അപ്പോൾ ഇന്ന് നമ്മുടെ മോസിലെ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലെ അവസാനത്തെ ടോപ്പിക്കാണ് ഡിഫ്ലക്ഷൻ ഇൻ ബീംസ്. എഗെയിൻ ഞാൻ ഇവിടെ പറയുകയാണ്, ഡിഫ്ലക്ഷൻ ഇൻ ബീംസ് ഈസ് മച്ച് മോർ മാത്തമാറ്റിക്കൽ. കൺസെപ്റ്റിനേക്കാൾ കൂടുതൽ മാത്തമാറ്റിക്സ് ഉപയോഗിക്കേണ്ട സംഗതിയാണ്. അത് അവസാനത്തെ ആയതുകൊണ്ട് ചിലപ്പോൾ ഉഴപ്പാൻ നമുക്ക് തോന്നും, പക്ഷെ ചെയ്യരുത്. നമ്മൾ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ മെത്തേഡ്സും പഠിപ്പിക്കും. അവസാനം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡിഫ്ലക്ഷൻ ഈ ഒരു സംഭവം തീരുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിരിക്കണം. പക്ഷെ അതിന് എനിക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയാണ് ആവശ്യം, നിങ്ങളുടെ ഫോക്കസ് ആണ് ആവശ്യം. നമ്മൾ സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ പോലെ ഉള്ള ഒരു സംഗതിയാണ്, കുറച്ച് മാത്തമാറ്റിക്കലാണ്. നിങ്ങളുടെ ഫുൾ കോപ്പറേഷൻ ഉണ്ടെങ്കിൽ ഇത് തീരും. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ ഇൻ ബീംസ്. ഒന്നാമതായിട്ട് എന്തിനാണ് ഡിഫ്ലക്ഷൻ നമ്മൾ നോക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിനകത്ത് ഒരു ബീമുണ്ട്, ബീമിനകത്ത് ലോഡ് ആക്ട് ചെയ്യുന്നെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, അത് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യും, ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യും. പക്ഷെ ഇതെല്ലാം കൊണ്ട് ഡിഫ്ലക്ഷനും നടക്കും. ആ ഡിഫ്ലക്ഷൻ നമുക്ക് പെർമിസിബിൾ ലിമിറ്റിൽ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഓരോ കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻസ് പെർമിസിബിൾ ലിമിറ്റിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിഫ്ലക്ഷൻസ് മനസ്സിലാക്കുന്ന ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് ദെൻ വി വിൽ അനലൈസ് ഇറ്റ് ആൻഡ് വി വിൽ കൺസ്ട്രക്ട് തിങ്സ്. നമ്മൾ മേക്ക് ചെയ്യും, നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യും വിത്ത് ഡിഫ്ലക്ഷൻസ് മിനിമം ആക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി ഇങ്ങനൊരു കാൻഡിലിവർ ബീം നമുക്കുണ്ട്. ഓക്കെ, ഇങ്ങനൊരു കാൻഡിലിവർ ബീം നമുക്കുണ്ട്. ഇവിടെ ഫിക്സ്ഡ് ആണ് സംഗതി. ഓക്കെ, ആൻഡ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനൊരു ബാറുണ്ട്, ഇങ്ങനൊരു ബീമുണ്ട്. ഈ ബീമിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യാം. ഇറ്റ് ഈസ് എ വേരിയബിൾ അല്ല, ഇറ്റ് ഈസ് എ എന്താ പറയുക, UDL, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. നമുക്ക് വേണമെങ്കിൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? W ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന ലോഡാണ് ഈ ആക്ട് ചെയ്യുന്നത്, നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോഡ് കാരണം എന്ത് സംഭവിക്കും? ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യും, ബെൻഡിങ് മൊമെന്റ് ആക്ട് ചെയ്യും. ഈ ബെൻഡിങ് മൊമെന്റ് കാരണം ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇത് താഴോട്ട് പോസിറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് ഫോർ അപ്വേർഡ് ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവ് എടുക്കുവാണെങ്കിൽ, ഈ താഴോട്ട് വരുന്ന ഈ വൈനെ വേണം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം ഓഫ് ദിസ് പർട്ടിക്കുലർ പോയിന്റ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ലൈന് ഒരു കർവായിട്ട് മാറുവാണ്. ആ കർവിന്റെ അറ്റത്ത് നമുക്ക് ഈ ഡിസ്റ്റൻസിനനുസരിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ഉള്ള ഡിഫ്ലക്ഷൻ. ഈ കർവിനെ നമുക്ക് എലാസ്റ്റിക് കർവ് എന്ന് പറയും. എന്തുകൊണ്ട് എലാസ്റ്റിക് കർവ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡുകളെല്ലാം ഇതിന് ഇലാസ്റ്റിക് ലിമിറ്റിൽ മാത്രം നിൽക്കുന്ന ലോഡുകളായിരിക്കും. അതിനപ്പുറത്തേക്ക് പോകില്ല നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് നമ്മളെ ലോഡ് തിരിച്ചെടുക്കുവാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് ലോഡുകളാണിത്. ചെറിയ ചെറിയ ഡിഫ്ലക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അതുകൊണ്ടാണ് ഇലാസ്റ്റിക് കർവ് എന്ന് വിളിക്കുന്നത്. ഇലാസ്റ്റിക് ഡിഫോർമേഷൻ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈ ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വൈ നമ്മൾ താഴോട്ട് പോസിറ്റീവ് എന്നാണ് വൈ ഡയറക്ഷൻ എടുക്കുന്നത്. അതുപോലെ എക്സ് ഡയറക്ഷൻ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ പോസിറ്റീവായിട്ട് എക്സ് ഡയറക്ഷൻ എപ്പോഴും എടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഈ കേസിൽ നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം അങ്ങനെ നമുക്ക് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മനസ്സിലായി, എന്താണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്, എന്താണ് ഈ പറഞ്ഞ തീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ടു ഡിസൈൻ തിങ്സ്. കാരണം ഒരു പർട്ടിക്കുലർ സ്ലോപ്പിന് മേലോട്ട് പോകാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാനും മറ്റും നമുക്ക് തീറ്റ നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇത്രയും വലുതായിട്ട് ഞാൻ വരച്ചേക്കുന്നത്, ഈ തീറ്റ വളരെ 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 ചെറുതായിരിക്കും. അപ്പോൾ വളരെ ചെറിയ തീറ്റകളാണെങ്കിൽ തീറ്റയും ടാൻ തീറ്റയും സൈൻ തീറ്റയും സെയിം ആയിരിക്കും. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്, ഈ ആംഗിൾ ഈസ് വെരി സ്മോൾ സച്ച് ദാറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ, അല്ലെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അതായത് തീറ്റ വളരെ ചെറിയ വാല്യൂസ് ഓഫ്, അപ്പോൾ ഒരു ലോഗരിതം ടേബിളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചെറിയ വാല്യൂസിന് സൈൻ തീറ്റയുടെ വാല്യൂം ടാൻ തീറ്റയുടെ വാല്യൂം തീറ്റയുടെ വാല്യൂ തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ടാൻ തീറ്റ നമുക്ക് വിളിക്കാം. അതിന് നമുക്ക് ഈ കർവ് എന്ന് പറഞ്ഞാൽ y ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. കാരണം ഓരോ എക്സ് മാറുന്നതിനനുസരിച്ചും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y തരുന്ന ഒരു കർവാണിത്. ആ ഒരു കർവിന്റെ സ്ലോപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ പറയുന്ന തീറ്റ അറ്റ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് ആണെങ്കിലോ, ഇങ്ങനെ ഇതിൽ കൂടെ പാസ് ചെയ്ത് പോണ ഇങ്ങനെ പോണ ഈ ഒരു തീറ്റ ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ ആണെന്നുണ്ടെങ്കിലോ, ഈ ഒരു പോയിന്റ് എടുക്കുന്നെങ്കിലോ, ഈ ഒരു പോയിന്റ് എടുക്കുന്നെങ്കിൽ അത് ഇങ്ങനെ പാരലായിട്ട്, ഇങ്ങനെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ പാരലായിട്ട് പോകും. സോ അതിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ കാര്യം. അങ്ങനെ y ഓഫ് എക്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കർവാണെന്നുണ്ടെങ്കിൽ dy/dx ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നതായിരിക്കും അവിടുത്തെ തീറ്റ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ,
അങ്ങനെയാണ് നമ്മുടെ കൺസെപ്റ്റ്സ് ഇരിക്കുന്നത്. ഇനി നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ 3 കോമൺ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്, നമ്പർ 2 മൊമെന്റ് ഏരിയ മെത്തേഡ്, നമ്പർ 3 സ്ട്രെയിൻ എനർജി മെത്തേഡ്. ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. എവിടൊക്കെ എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യവും നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു വരും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പൊ അതിനു മുന്നേ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ് ഈ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന കേസ് സംഗതി, അത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ ബേസിക് ഇക്വേഷൻ ആണ് മിയർ സിഗ്മ വൈ എം ബൈ ഐ ഇസിക്വൽ ടു ഇ ബൈ ആർ ഇസിക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ വൈ. സിഗ്മ ഡിവൈഡ് ബൈ വൈയെ നമ്മൾ ഇവിടെ ഒഴിവാക്കുവാണ്, കാരണം നമുക്ക് ഇവിടെ സ്ട്രെസ്സിന്റെ ആവശ്യമില്ല, നമുക്ക് വേണ്ട ഡിഫ്ലക്ഷൻ ആണ്. ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ ഈ പറയുന്ന ആറാണ് അതിന്റെ കാരണം. കാരണം വെച്ചാൽ ഈ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഒരു ബീം വളയുമ്പോൾ അത് എന്തുമാത്രം കർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ബീം വളയുന്നെങ്കിൽ ആ ബീമിന്റെ കർവേച്ചർ, ആ ഒരു പോയിന്റ്സ് നമ്മൾ എടുത്ത് അതിന്റെ ആ ഒരു കർവേച്ചർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കർവേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സാധനമാണ് എന്ത്, നമ്മുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കർവേച്ചർ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ എം ബൈ ഐ ഇസിക്വൽ ടു ഇ ബൈ ആർ എന്നുള്ള സാധനം മാറ്റി എം ഡിവൈഡ് ബൈ ഇ ഐ ഫോർ എ പർട്ടിക്കുലർ ബീം ഇസിക്വൽ ടു 1/r നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഐ എന്ന് പറഞ്ഞ സാധനം എന്താണ്, നമുക്ക് വേണമെങ്കിൽ നമ്മൾ പല ടൈപ്പ് ഇത് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ആക്സിയല്, അതുപോലെ തന്നെ ഷിയറിനും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഐ എന്ന് പറഞ്ഞാൽ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറയാം. ഫ്ലെക്ചറൽ റിജിഡിറ്റി. അതുപോലെ തന്നെ ജി ജെ നമുക്ക് പറയാൻ പറ്റും, ടോർഷണൽ റിജിഡിറ്റി നമ്മൾ പറയാറുണ്ട്. എ ഇ നമ്മൾ പറയാറുണ്ട്, ആക്സിയൽ റിജിഡിറ്റി പറയാറുണ്ട്. അതുപോലെയുള്ള സാധനം ഫ്ലെക്ചറൽ റിജിഡിറ്റി ആണ് നമ്മൾ ഈ ഐ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഐ എന്ന് പറഞ്ഞാൽ ഫ്ലെക്ചറൽ റിജിഡിറ്റി ആണ്. അപ്പം എം ഡിവൈഡ് ബൈ ഈ ഐ ആണ് ഈ പറയുന്ന 1/r അക്കോർഡിംഗ് ടു ദിസ് ഫോർമുല. ഈ 1/r നമ്മൾ വിളിക്കുന്ന പേരാണ് കർവേച്ചർ. ആർ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, 1/r ആണ് കർവേച്ചർ. ഓക്കെ, അപ്പൊ എം ഡിവൈഡ് ബൈ ഇ ഐ ഇസിക്വൽ ടു 1/r എന്ന് പറഞ്ഞ കർവേച്ചർ. ഈ കർവേച്ചറിന് മാത്തമാറ്റിക്സിൽ നമുക്കൊരു ഇക്വേഷൻ തന്നെ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഇത്രയൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഈ ഡി വൈ ബൈ ഡി എക്സ് ചെറുതായതുകൊണ്ടും അതിന്റെ സ്ക്വയർ ആണ് വരുന്നതും അതിനേക്കാൾ ചെറുതായതുകൊണ്ടും നമുക്ക് ഈ ഫുൾ സാധനത്തിനെ 1 എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എം ബൈ ഇ ഐ ഇസിക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് വിളിക്കാം. ഡബിൾ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കർവേച്ചർ. കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഡിവൈഡ് ബൈ ഇ ഐ. ഇ ഐ എന്ന് പറഞ്ഞാൽ ഫ്ലെക്ചറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞാൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ്. ഓരോ പോയിന്റിലെയും ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഡിസ്റ്റൻസിലുള്ള ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമുക്ക് കിട്ടും. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടും, അനലിറ്റിക്കലായിട്ട് നമുക്ക് കിട്ടും. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഡയഗ്രം തന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്ന നമ്മുടെ മെയിൻ ഇക്വേഷൻ. എം ഡിവൈഡ് ബൈ ഇ ഐ ഇസിക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇതാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡിലെ നമ്മുടെ ഫസ്റ്റ് ആൾ. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്താവും? ഡി വൈ ബൈ ഡി എക്സ് ആവും. വീണ്ടും ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സ് എന്താവും? വൈ ആയിട്ട് മാറും. വൈ ആണ് ഡിഫ്ലക്ഷൻ. സോ നമുക്ക് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എം ഡിവൈഡ് ബൈ ഇ ഐ എടുത്ത് അത് ഈസിക്വൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് നമുക്ക് അറിയാം. അപ്പോൾ ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടും. അതെന്ന് തന്നെ ആക്ച്വലി തീറ്റ ആയിരിക്കും. ആ ഒരു പോയിന്റ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് പർട്ടിക്കുലർ എക്സ്, ഒരു പർട്ടിക്കുലർ എക്സിലെ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ തീറ്റ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ വൈ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് വൈ കിട്ടും. വൈ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ഡിഫ്ലക്ഷനും ആയിരിക്കും. അങ്ങനെയാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ ഓക്കെ ആണ്, സെറ്റ് ആണ്. നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളത് നമ്മൾ ഉടനെ തന്നെ ഇപ്പം അടുത്ത നമ്മളിപ്പോൾ പറയുന്നതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. വൈ മാക്സ് കണ്ടുപിടിക്കണം ഫോർ ദിസ് പർട്ടിക്കുലർ കേസ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു കാൻഡിലിവർ ബീമാണ്. എൽ ലെങ്ത് ഉള്ള ബീമാണ്. എക്സ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. വൈ മാക്സ് ഇതാണ് വൈ മാക്സ്. ഈ വൈ മാക്സ് പിടിക്കണം നമ്മുടെ ചോദ്യം. നമുക്ക് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിന് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇത് മാറ്റി റിയാക്ഷൻസ് വയ്ക്കണം. എന്തൊക്കെയാണ് റിയാക്ഷൻസ്? ഈ പി ലോഡുണ്ട്. ഈ പി ലോഡിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്തായാലും പി ലോഡ് വേണം. ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം മൊമെന്റ് എന്തായിരിക്കും? പി ഇൻറ്റു എൽ ആയിരിക്കും. ആ പി ഇൻറ്റു എൽ ഈ ഡയറക്ഷനിലായിരിക്കും, ഇങ്ങനത്തെ ഡയറക്ഷനിലായിരിക്കും. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിൽ റിയാക്ഷൻ ഉണ്ട്. ഇങ്ങനെയായിരിക്കും നമ്മുടെ സാധനം. ഇത് നമുക്ക് എസ് എഫ് ഡി വരയ്ക്കാം, ബി എം ഡി വരയ്ക്കാം. നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെ ചെയ്യുന്നതെന്ന്. നമ്മളൊരു സെക്ഷൻ എടുക്കുവാണ്. ഈ സെക്ഷൻ്റെ ലെഫ്റ്റിലോട്ട് താഴോട്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ താഴോട്ട്, ലെഫ്റ്റിൽ മേലോട്ട് പോസിറ്റീവ്, ലെഫ്റ്റിലോട്ട് താഴോട്ട് നെഗറ്റീവ്.
അപ്പോൾ അതുകൊണ്ട് ഇത് നെഗറ്റീവ് ഡയറക്ഷൻ പി ഉണ്ടാവും. ആ പി തന്നെ എല്ലാ സെക്ഷനും ഇവിടെ ഏത് സെക്ഷൻ എടുത്താലും ഇത് തന്നെ ആയിരിക്കും പി ഉണ്ടായിരിക്കുന്നത്. ആ പി വന്ന് ഇവിടെ വന്ന് ഈ ഒരു പിയോടുകൂടി ഉള്ളിലേക്ക് കയറും. അങ്ങനെ നമുക്ക് ഇതൊരു ഷിയർ ഫോഴ്സ് ഡയഗ്രം കിട്ടും. നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നല്ലപോലെ പഠിച്ചതാണ്, വീണ്ടും നമ്മൾ പറയുന്നില്ല. അടുത്ത ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കണം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മളൊരു സെക്ഷൻ എടുക്കുകയാണ്. ഈ സെക്ഷനകത്ത് പി ഇൻറ്റു എക്സ് അതാണ് ഇവിടെ വരുന്നത്. പി ഇൻറ്റു എക്സ് ആണ് വരുന്നത്. ആ പി ഇൻറ്റു എക്സ് സെക്ഷൻ വരുന്ന ഇങ്ങനെ പോണതിനനുസരിച്ച് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പം അത് ലീനിയർ ആയിട്ടൊരു വേരിയേഷൻ ആയിരിക്കും. ആ ഒരു വേരിയേഷൻ എങ്ങനെ ലീനിയർ എന്ന് മനസ്സിലായി. ഇതിന്റെ പവർ എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അടുത്ത എക്സിന്റെ റേസ് ടു 1 പവറിലായിരിക്കും അത് ഇൻക്രീസ് ആവുന്നത്. മറുപടി ഈ ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെന്റ് ഒന്നും ഉണ്ടാവത്തില്ല. അവിടെ നമുക്ക് 0 കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് താഴോട്ട് ഇൻക്രീസ് ചെയ്യുന്നെങ്കിൽ നെഗറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം ഈ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പി കാരണം ഇത് ഇങ്ങനെ ഈ ഒരു ഇതായിരിക്കും. ഇതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ് കരയുന്നതിന് തുല്യമാണ്, കരയുന്നത് നെഗറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, നെഗറ്റീവ് ഡയറക്ഷനിലാണ് മിനിമം ഡയഗ്രം ഉള്ളത്. അത് പോയി ഇവിടെ എത്തിയിട്ട് സഡൻ ഇൻക്രീസ് വരും. കാരണം റിയാക്ഷനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, കംപ്ലീറ്റ് ഒരു പി എൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നുണ്ട്, എങ്കിലേ അത് ബാലൻസ് ആവുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് ഒരു പി എൽ ഉണ്ടാവും. ഇങ്ങനെയായിരിക്കും ബി എം ഡിയുടെ മിനിമം ഡയഗ്രം ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം ഇതാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഈ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനെ മാറ്റിയിട്ട് ബെൻഡിങ് മൊമെന്റിന്റെ ഒരു ഇക്വേഷൻ പോലെ നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നത്? മൈനസ് പി എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഈ കടത്തെ കൊടുത്തേക്കുന്നത് ബേസിക്കലി. കാരണം ഇവിടെ നമുക്ക് സീറോ, എക്സിന് 0 ഇട്ട് എടുത്താൽ 0 ആയിരിക്കും. ഇവിടെ പി എല്ലും വരും, ലീനിയർ ആയിട്ടുള്ള വേരിയേഷനുമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് എക്സ് ഇങ്ങനെ ഓരോ വാല്യൂ വരെ ഇടുമ്പോഴത്തേക്ക് മൈനസ് പി എല്ലും ആവും. സോ എം എക്സിനെ നമുക്ക് ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ ആയിട്ട് എഴുതാം. ആ ഇക്വേഷൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആ ഇക്വേഷൻ എം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് പി എക്സ് എന്നുള്ളതാണ് ആ പർട്ടിക്കുലർ ഇക്വേഷൻ. അങ്ങനെ നമുക്ക് എമ്മിനൊരു വാല്യൂവും കിട്ടി. ഇത് നമ്മൾ നമ്മുടെ മെയിൻ ഇക്വേഷൻ d²y/dx² അഥവാ 1/r is equal to m divided by ei. m എന്ന് പറഞ്ഞാൽ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും വരുന്നത്. അങ്ങനെ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഓരോ പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന സംഭവം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് d²y/dx² ഹൈലൈറ്റ് മാറ്റി ലേസർ എടുക്കാം. ഓക്കെ, d²y/dx² is equal to m of x divided by ei. m of x എന്ന് പറഞ്ഞാൽ മൈനസ് പി എക്സ് ആണ്, ഡിവൈഡ് ബൈ ഇ ഐ. ഫൈൻ. തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡി വൈ ആവും, dy/dx ആവും. അതിനുശേഷം ഇസ് ഈക്വൽ ടു ഇത് മൈനസ് പി ബൈ ഇ ഐ നമുക്ക് കോമൺ എടുക്കാം, കാരണം എല്ലാം കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ എക്സ് ഡി എക്സ്, ഈ എക്സ് മാത്രം വരും, എക്സ് ഡി എക്സ് ഒരു ഇന്റഗ്രേഷൻ. ഓക്കെ, അപ്പോൾ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പറ്റും മൈനസ് പി ബൈ ഇ ഐ, ഇത് x²/2 എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ x²/2 എന്ന് പറയാൻ പറ്റും, പ്ലസ് c1 ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനും കൂടെ വരും. കാരണം നമ്മൾ ഇവിടെ ലിമിറ്റ് വെച്ചല്ല ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്ന. എന്താ പറയുക, ഒരു ലിമിറ്റ് ഇല്ലാത്ത ഇന്റഗ്രേഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു കോൺസ്റ്റന്റ് c1 കൂടെ വരുന്നതാണ്. അത് ഓർക്കണം. അത് ഈ കേസിൽ വരും. മൊമെന്റേറിയം മെത്തേഡ് ആ ഇന്റഗ്രേഷന് ആ കോൺസ്റ്റന്റ് വരില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പ്ലസ് സം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന തീറ്റയുടെ വാല്യൂ. അതായത് എക്സ് മാറുന്നതിനനുസരിച്ച് എങ്ങനെ തീറ്റ മാറുന്നു എന്നുള്ളതിന്റെ ഒരു ഇക്വേഷൻ ആണ് ഈ കിട്ടിയ സാധനം. c1 എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് കണ്ടുപിടിക്കാം. അടുത്തത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പം തീറ്റ എന്ന് പറഞ്ഞാൽ dy/dx ആണ്. ഒന്നും ഇന്റഗ്രേറ്റ് ചെയ്താൽ y കിട്ടും, ഈ dx ഇപ്പുറത്ത് പോകും. ആൻഡ് നമ്മൾ ഈ ഒരു സാധനത്തിന് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ കേസിൽ മൈനസ് പി ബൈ ഇ ഐ നമുക്ക് പുറത്തെടുത്ത് കഴിഞ്ഞാൽ x²/2 എന്നുള്ള സാധനം നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? x³ ഡിവൈഡ് ബൈ 3 വരും. ആ 3 × 2 വരുമ്പോഴത്തേക്കും 6 വരും. നമ്മൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടും. c1 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ c1x കിട്ടും. പിന്നെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇതിനൊരു കോൺസ്റ്റന്റ് ഇന്റഗ്രേഷൻ കൂടെ വരും, പ്ലസ് c2. അങ്ങനെ നമുക്ക് തീറ്റയ്ക്കും വൈക്കും രണ്ട് പർട്ടിക്കുലർ ഇക്വേഷൻസ് കിട്ടി. മനസ്സിലായെന്ന് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ c1ഉം c2ഉം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. അതായത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതിനകത്ത് നമുക്കറിയാവുന്ന കാര്യം എന്താ? ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇത് ഫിക്സ്ഡ് ആണല്ലോ, ഇവിടെ കാന്റിലിവർ ആണ്, ഫിക്സ്ഡ് ആണല്ലോ. അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ, ഡിഫ്ലക്ഷൻ 0 അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്ലോപ്പ് നോക്ക്, നേരെ ഒരു വരയല്ലേ, ആ സ്ലോപ്പും 0 അല്ലേ. ഈ രണ്ട് കണ്ടീഷൻ കൊടുത്താൽ മതി, സിമ്പിൾ ആണ്. തീറ്റ 0 ആണ് എക്സ് എല്ലാം ആകുമ്പോഴത്തേക്ക്, എക്സ് എല്ലാം ആണ്, അത് നമ്മളിപ്പോൾ പറഞ്ഞാണ്. എക്സ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ്, ഇത് എല്ലാം ആവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? തീറ്റ 0 ആവുന്നതും y 0 ആവുന്നതും. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ 0 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൽ, y ഇസ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇതിനകത്താണ് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ നമുക്ക് c1ന്റെ വാല്യൂ കിട്ടും.
C1 എന്ന് പറഞ്ഞാൽ PL² / 2EI ആണ് മനസ്സിലാവും. ഇനി അത് നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. y = 0 x = L കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് 0 ഇത് L വരും, x ന് പകരം L വരും. ഇവിടെ ആ C1 എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ട്, ആ C1 എന്ന് പറയുന്ന ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളിത് കൊടുത്ത് അവിടെ ഒരു x ഉണ്ട്, ആ x ന് നമ്മൾ വീണ്ടും L കൊടുക്കും. കാരണം x = L ആണ് ഇത് പറയുന്നത്, കണ്ട് ബൗണ്ടറി കണ്ടീഷൻ പറയുന്നത്. ഫൈനലി C2, അങ്ങനെ നമുക്ക് C2 കിട്ടും -PL³ / 3EI. ഇനി എന്താ, C1 ന്റെ വാല്യൂ C2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉത്തരം കിട്ടും. അതായത് ഇങ്ങനെയായിരിക്കും y എന്ന് പറഞ്ഞ മാക്സിമം ഡിഫ്ലക്ഷൻ ചോദിച്ചിരിക്കുന്ന വൈഡ് ഇക്വേഷൻ ഇതായിരിക്കും. y മാക്സ് എവിടെയാണ്? x 0 ആകുമ്പോഴാണ്, നമുക്കറിയാം. ഇവിടെ നമുക്ക് x 0 ആകുമ്പോഴല്ലേ മാക്സിമം ഡിഫ്ലക്ഷൻ വരിക. നമുക്ക് x 2 ആകുമ്പോഴും x 3 ആകുമ്പോഴും ഒക്കെ ഉള്ളത് കണ്ടുപിടിക്കാം. നമുക്ക് വേണ്ടുന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. x L/2 L/3 ഒക്കെ ആകുമ്പോൾ ഉള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം L ന്റെ ടേംസിലാണ് നമ്മൾ ഇക്വേഷൻ കിടക്കുന്നത് കൊണ്ട്. പക്ഷേ നമുക്ക് വേണ്ടുന്നത് y max ആണ്. y max 0 ആകുമ്പോഴാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ x ന് 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് y യുടെ വാല്യൂ -PL³ / 3EI വരും. ഇതാണ് y max. വളരെ സിമ്പിൾ അല്ലേ? വളരെ വളരെ സിമ്പിൾ അല്ലേ? ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക, അതിനെ നമ്മൾ നമുക്ക് വേണ്ടുന്ന ടേംസിൽ എഴുതുക, അതിനകത്ത് ഒരു പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? തീറ്റ കിട്ടും. വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിഫ്ലക്ഷൻ കിട്ടും. ഓരോ പ്രാവശ്യം നമുക്ക് കോൺസ്റ്റൻസ് കിട്ടും. കോൺസ്റ്റൻസ് മാറ്റാൻ വേണ്ടി ബൗണ്ടറി കണ്ടീഷൻ ഇടണം. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. ഇതാണ് ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യം പറഞ്ഞു. ഫിക്സ് സപ്പോർട്ടിന്റെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ ഓൾറെഡി നമുക്ക് മനസ്സിലായി. എന്താണ് ബൗണ്ടറി കണ്ടീഷൻ? dy/dx 0 ആണ്. ഓക്കെ, y എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അടുത്തത് ഇങ്ങനെ ഒരു കേസ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു ലോഡ് നടുക്കാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതിന്റെ ആ കറക്റ്റ് ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും 0 സ്ലോപ്പ് ഉണ്ടായിരിക്കുക. ഓക്കെ, അവിടെ ആയിരിക്കും y max ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊരു ബൗണ്ടറി കണ്ടീഷനാണ്, നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് വേറെ ഐഡിയാസ് ഉണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. നമുക്ക് ഫിക്സഡ് സപ്പോർട്ട് വരുമ്പോഴാണ് കൂടുതലും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സാധനം അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ പിൻഡ് സപ്പോർട്ട്, റോളർ സപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും y എന്ന് പറയുന്ന സാധനം ആ രണ്ട് പോയിന്റിലും, ഇവിടെയാണെങ്കിലും പിൻഡ് റോൾ സപ്പോർട്ടിൽ ഇവിടെയാണെങ്കിലും എന്ത് സംഭവിക്കും? നമുക്ക് y യുടെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെയും y യുടെ വാല്യൂ 0 ആയിരിക്കും, ഇവിടെയും y യുടെ വാല്യൂ 0 ആയിരിക്കും. പക്ഷേ തീറ്റ 0 ആയിരിക്കില്ല. കാന്റിലിവർ ആണെങ്കിൽ മാത്രമേ തീറ്റയും y-യും 0 ആവുള്ളൂ. ഇവിടെ തീറ്റ ഉണ്ടാവും, ഒരു ആംഗിൾ ഉണ്ടാവും, തീറ്റ ഉണ്ടാവും. തീറ്റ 0 ആവുന്ന എവിടെയാണ്? y max-ലായിരിക്കും തീറ്റ 0 ആവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബൗണ്ടറി കണ്ടീഷൻസ് ഓർത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഡബിൾ ഇന്റഗ്രേഷൻ മെത്തേഡ്. അടുത്തത് മൊമെന്റ് ഏരിയ മെത്തേഡ്. മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറയുന്നതും സെയിം ബേസിൽ നിന്നാണ് വരുന്നത്. ഇവിടെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം തന്നെ വേണം. മറ്റേത് നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. ബെൻഡിങ് മൊമെന്റിന്റെ ഇക്വേഷൻ കിട്ടിയാൽ മതിയായിരുന്നു. ഇൻ ടേംസ് ഓഫ് എക്സ്, വേരിയേഷൻ ഇൻ എക്സ് കിട്ടിയാൽ മതി. ഡയഗ്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡയഗ്രം വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് മൊമെന്റ് ഏരിയ മെത്തേഡാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ തന്നിരിക്കുന്ന കേസ്. ഇങ്ങനൊരു കേസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമ്മൾ വരച്ചു എന്ന് വിചാരിക്കും. ഇങ്ങനെ നമ്മൾ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരച്ചു. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ നമുക്ക് പറ്റും. നമുക്ക് ഓൾറെഡി അറിയാം എങ്ങനെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കേണ്ടത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം വരയ്ക്കാൻ വേണ്ടി പറ്റും. ഇക്വേഷൻ എന്താ? d²y/dx² m/ei. അതേ ഇക്വേഷൻ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് x1-ൽ നിന്ന് x2-ലേക്കായിരിക്കും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് പോയിന്റ്സിന് ഇടയ്ക്കാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ x1 നിന്ന് x2-ലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഇവിടെയും m/ei dx x1 നിന്ന് x2-ലേക്ക് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കിട്ടും? dy/dx x1 to x2 എന്ന് പറഞ്ഞ് കിട്ടും. അതിന്റെ വാല്യൂ 1/ei. ഈ 1/ei പുറത്ത് വന്നിട്ട് ഇന്റഗ്രൽ x1 to x2 m dx നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ dy/dx from x1 to x2 എന്ന് പറഞ്ഞാൽ dy/dx at x2, അതായത് തീറ്റ at 2 മൈനസ് തീറ്റ at 1 ആയിരിക്കും. dy/dx ഓരോ പോയിന്റിൽ തീറ്റയാണ് നമുക്കറിയാം. അപ്പോൾ തീറ്റ 2 മൈനസ് തീറ്റ 1. ഇവിടെ ഉണ്ടാവുന്ന തീറ്റ മൈനസ് ഇവിടെ ഉണ്ടാവുന്ന തീറ്റ is equal to 1/ei ഇന്റഗ്രൽ x1 to x2 m dx. ഇതെന്താണ് മക്കളെ? ബെൻഡിങ് മൊമെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? x1 തൊട്ട് x2 വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി x1 ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ ഒരു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ അകത്തുള്ള ഏരിയയാണ്. അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ ഒരു
ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ബെൻഡിങ് മൊമെന്റത്തിന്റെ ഏരിയ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് തിയറം, രണ്ട് തിയറം ഉണ്ട്. ഫസ്റ്റ് തിയറം പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ θ2 മൈനസ് θ1. എന്താണ് അപ്പോൾ θ2 മൈനസ് θ1? θ2 എന്ന് പറഞ്ഞാൽ ഈ ടാൻജന്റ്, അതിൽ നിന്ന് θ1 എന്ന് പറഞ്ഞാൽ ഈ ടാൻജന്റ്. ഈ രണ്ട് ടാൻജന്റ് ഇടയ്ക്കുള്ള ആ ഒരു ആംഗിൾ, ആ ഒരു പർട്ടിക്കുലർ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? 1ൽ നിന്നും 2ൽ നിന്നും ഇടയ്ക്കുള്ള മൊമെന്റ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ EI വെച്ച് ഡിവൈഡ് ചെയ്യണം. θ2 മൈനസ് θ1 ഇസ് ഈക്വൽ ടു A ഡിവൈഡ് ബൈ EI. ഇവിടെ കണ്ടോ, ഇവിടെ 1/EI പുറത്തിട്ടിട്ട് ബാക്കിയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. ഇതാണ് നമുക്ക് ഏരിയ ആയിട്ട് മാറിയത്. സോ θ2 മൈനസ് θ1 ഇസ് ഈക്വൽ ടു A ഡിവൈഡ് ബൈ EI. ബെൻഡിങ് മൊമെന്റിന്റെ ഏരിയ ഡിവൈഡ് ബൈ EI. ഇത്രേ ഉള്ളൂ. രണ്ട് പോയിന്റ്സ് 1 2 θ1 θ2 രണ്ട് പോയിന്റ്സിൽ. അപ്പം θ2 മൈനസ് θ1 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കണ്ട് വരച്ചിട്ട് 1 തൊട്ട് 2 വരെയുള്ള പോർഷന്റെ ഏരിയ എടുക്കണം. ഏരിയ ഡിവൈഡ് ബൈ EI. θ2 മൈനസ് θ1 ഇസ് ഈക്വൽ ടു A ഡിവൈഡ് ബൈ EI. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, ഫൈൻ ആണ്, സൂപ്പർ ആണ്. അത്രേ ഉള്ളൂ. അടുത്തത് മൊമെന്റ് ഏരിയ മെത്തേഡ് സെക്കൻഡ് തിയറം, രണ്ടാമത്തെ തിയറം. രണ്ടാമത്തെ തിയറത്തിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിഫ്ലക്ഷൻ കിട്ടുന്നത്. പക്ഷേ ഈ കേസിൽ ഡിഫ്ലക്ഷൻ അല്ല മക്കളെ കിട്ടുന്നത്, നമുക്ക് T21 എന്നൊരു സാധനം കിട്ടുന്നത്. എന്താണത്? അതായത് 1ൽ നിന്ന് ഒരു ടാൻജന്റ് വരച്ചാൽ അത് 2ൽ നിന്ന് എന്തുമാത്രം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലായിരിക്കും എന്നുള്ള സാധനമാണ് ഈ T2 എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞുതരാം. 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. T2 എന്ന് പറഞ്ഞാൽ 2ന്റെ ഡിസ്റ്റൻസ് ഫ്രം എന്ത് 1ൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റുമായിട്ട്, 1ൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റുമായിട്ട് 2ൽ നിന്ന് എത്രമാത്രം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്, ഇതാണ് T2 എന്ന് പറയുന്നത്. 2ൽ നിന്നാണ് 2 ഫ്രം 2 ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ടാൻജന്റ് ഒബ്റ്റൈൻഡ് അറ്റ് 1. അതാണ് ഇതിന്റെ അർത്ഥം. ഈ ഒരു പടം ഓർത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. T2 എന്ന് പറഞ്ഞാൽ 2ൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. പക്ഷേ 2ൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ഇവിടെ നിന്നല്ല കിട്ടുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതല്ല നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് വേണ്ടുന്ന ഇതാണ്. പക്ഷെ കിട്ടുന്ന എന്താ? ഇതിൽ നിന്ന് ഈ ടാൻജന്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത് T21 എന്നുള്ള സാധനം. അതിന്റെ ആൻസർ എന്താ കിട്ടുന്നത്? നേരത്തെ നമ്മൾ A/EI എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആംഗിൾസിന്റെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് A/EI മാത്രം പോരാ, ഇൻറ്റു എക്സ് ബാർ. എന്താണ് എക്സ് ബാർ? ഈ പറയുന്ന ഏരിയയുടെ സെൻട്രോയിഡിലേക്ക് 2ൽ നിന്ന് വരയ്ക്കുന്ന എക്സ് ബാർ. എവിടത്തെയാണോ നമുക്ക് കിട്ടേണ്ട സാധനം, എവിടത്തെ ആ ഹൈറ്റ് ആണ് കിട്ടുന്നത്, അവിടെ നിന്ന് വേണം നമ്മൾ വരയ്ക്കാൻ. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണം, ശ്രദ്ധിച്ചു കേട്ടോ. ഇതാ നമ്മള് 1 എന്നൊരു പോയിന്റിലുണ്ട്, 2 എന്നൊരു പോയിന്റ് ഉണ്ട്. 2ൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ഒരു വരയാണ്, 2ന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വരയാണ്. ആ വര, ആ ഒരു ഡിസ്റ്റൻസ് എവിടെ വരെയുള്ള ഡിസ്റ്റൻസാ? 1ൽ നിന്ന് ആ വഴി പാസ് ചെയ്യുന്ന പോണ ടാൻജന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കൽപ്പിക്കുന്ന പേരാണ് T21 എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം T21 2 ഉണ്ടോ? അപ്പം അവിടെ നിന്നാണ് ആ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഓർക്കണം. T21 എന്ന് പറഞ്ഞാൽ 2ൽ നിന്നുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുക. 2ൽ നിന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടുക. ഓക്കെ, 2 to 1 ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത 2ൽ നിന്ന് വേണം നമ്മൾ എന്ത് നോക്കാൻ? ആ മൊമെന്റിന്റെ ഡയഗ്രത്തിന്റെ ഏരിയയുടെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് നമ്മൾ നോക്കണം. സെന്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻട്രോയിഡ് എന്ന് പറയാം. സെൻട്രോയിഡ് നമ്മൾ നോക്കേണ്ടത് AX ബാർ ഡിവൈഡ് ബൈ EI. മറ്റിടത്ത് A/EI ചെയ്യുമ്പോൾ θ2 മൈനസ് θ1 കിട്ടും. സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് ഡിഫ്ലക്ഷൻ അല്ല കിട്ടുന്നത്, 2ൽ നിന്ന് 1 കൊണ്ടുണ്ടാവുന്ന ടാൻജന്റിലേക്ക് എന്തുമാത്രം ഡിസ്റ്റൻസ് പോകുന്നതാണ് കിട്ടുന്നത്. ഈസ് ഈക്വൽ ടു A ഡിവൈഡ് ബൈ EI ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇൻറ്റു എക്സ് ബാർ. ആ എക്സ് ബാർ എവിടെ നിന്ന് എടുക്കണം? എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെ നിന്നാണ് നമുക്ക് നോക്കേണ്ടത്? അവിടെ ആണ് നോക്കേണ്ടത്. T21 ആണെങ്കിൽ 2ൽ നിന്ന് വേണം തുടങ്ങാൻ, T12 ആണെങ്കിൽ 1ൽ നിന്ന് വേണം തുടങ്ങാൻ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യന്റെ ഭാഗം ചോദിക്കുക. ജസ്റ്റ് ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്, വലിയ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ അല്ല. T12 എങ്ങനെയായിരിക്കും സംഭവം? നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങളൊന്ന് അടച്ചു വെച്ച് സ്വയം പറഞ്ഞു നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. T12 എന്ന് പറഞ്ഞാൽ എന്താ? 1ൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും, ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും കിട്ടുക. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നത്. ആ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 2ൽ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ്, 2ൽ നിന്ന് വരയ്ക്കുന്ന ഇങ്ങനെ ഒരു ടാൻജന്റ് ഉണ്ടെങ്കിൽ 1ൽ നിന്ന് ആ ടാൻജന്റ് വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുക.
ഓക്കെ, ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുന്നത് T12. എഗെയിൻ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്താണ്? A/EI ഇൻറ്റു എക്സ് ബാർ. ഈ എക്സ് ബാർ ഇതാ, ഈ എക്സ് ബാർ ഇവിടെ നിന്ന് എടുക്കണം എക്സ് ബാർ. എവിടെ നിന്നാണോ നമ്മൾ വരയ്ക്കുന്നത് അവിടെ നിന്ന് വരയ്ക്കുന്ന എക്സ് ബാർ, അല്ലെങ്കിൽ ആദ്യം ഇതിനകത്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പർ എന്തോ അവിടെ നിന്ന് വരയ്ക്കുന്ന എക്സ് ബാർ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ളത്. അതും എഗെയിൻ അത് നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. ഞാൻ ഫുൾ കൺസെപ്റ്റ് പറഞ്ഞതാണ്. നമ്മളിത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ട്. ആ കേസിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവിടെ ഈ പറയുന്ന കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും. എന്താ ക്വസ്റ്റ്യൻ വരുന്നത്? നമുക്കപ്പം ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ മക്കളെ. നമുക്ക് സാറേ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വേണ്ടുന്നത് ഈ ഡിസ്റ്റൻസ് അല്ലേ. ഈ ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇതല്ലേ നമുക്ക് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കാൻ വഴിയുണ്ടല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്ത്, അതായത് നമ്മുടെ സിംപ്ലി സപ്പോർട്ട്, ആ സപ്പോർട്ട് എന്നൊരു പോയിന്റ് ആണ് 1 നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനമാണ് T21 എന്ന് പറഞ്ഞ് കിട്ടുക. ഇല്ലല്ലോ. അതേ സാധനം ഞാൻ 3 എന്ന് പറയുന്ന ഇവിടെയൊക്കെ നമ്മൾ എടുത്തു. ഇവിടെയൊക്കെ ഞാൻ എടുത്തു 3 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതായിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമുക്ക് കിട്ടും. ഈ ഒരു സാധനം കിട്ടും. ഇനി നോക്ക്, ഇത് മൊത്തത്തിൽ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇത് മൊത്തത്തിൽ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾ സെയിം അല്ലേ? അപ്പൊ നമുക്ക് ഇതേ ഡിവൈഡ് ബൈ ഇത് ഈസ് ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ ഇത് നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെ നമുക്ക് ട്രിഗണോമെട്രി ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ട്രിഗണോമെട്രി ഉപയോഗിച്ച് നമുക്ക് ഈ y എന്നത് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അത്രയും കോംപ്ലിക്കേഷൻസിലോട്ട് പോകണ്ട. ഈ സാധനം ഉപയോഗിക്കേണ്ട കേസ് ഒരൊറ്റ കേസേ ഉള്ളൂ. ഏതാ കേസ് എന്നറിയാമോ? ഇതാണ് ആ കേസ്. കാൻഡിലിവർ ബീം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സീറോയും ഡിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സെറ്റപ്പുകൾ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. ഉദാഹരണത്തിന് ഈ ഒരു കേസ് നോക്കിയേ. ഈ ഒരു കേസിനകത്ത് ഒരു കാൻഡിലിവർ ബീം ഉണ്ട്. ഇവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് തീറ്റ വേണം. നമുക്ക് എന്ത് വേണം? തീറ്റ വേണം, ഡിഫ്ലക്ഷൻ വേണം. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് ആവശ്യം നോക്കിയത്. അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ആയിക്കോട്ടെ, ഏതൊരു പോയിന്റിൽ തീറ്റയും ഡിഫ്ലക്ഷനും ആയിക്കോട്ടെ, നമ്മൾ ഇത് യൂസ് ചെയ്തുള്ള യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വര ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അതായത് നമ്മൾ അവിടുത്തെ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ആക്സിസിലുള്ള വര തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ ഉപയോഗം? നമ്മൾ T21 മാത്രം കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഈ പോയിന്റ് ആണെങ്കിലും അത് തന്നെയാണ്. നമ്മൾ ഇവിടുത്തെ T21 മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടുത്തെ ഇവിടെ 3യും ഇവിടെ 4ഉം ആണെങ്കിൽ ഇവിടെ T31 T41 കണ്ടുപിടിച്ചാൽ മാത്രം മതി, നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും. അതേപോലെ ആംഗിൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. കാരണം ഇവിടെ ആംഗിൾ 0 ആണ്, തീറ്റ 0 ആണ്. ഇവിടെയും വൈയും 0 ആണ്. അതുകൊണ്ട് നമുക്ക് y കിട്ടുന്ന ഈ T21 തന്നെ y ആവും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന തീറ്റ2 മൈനസ് തീറ്റ1 തീറ്റ1 0 ആണ്. തീറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് കൂടുതലും കാൻഡിലീവർ ക്വസ്റ്റ്യൻസിന് വേണം നമ്മൾ ഈ പറയുന്ന മൊമെന്റ് ഏരിയ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ഉദാഹരണം കാണാം. പഴയ ഉദാഹരണം തന്നെ നമ്മൾ ഉദാഹരണം ഒന്ന് തന്നെ യൂസ് ചെയ്യാണ്. കാരണം ഒരു ഇക്വേഷൻ ഒരു ആൻസർ നമുക്ക് കിട്ടുന്നത് നമുക്ക് അറിയാമല്ലോ. അങ്ങനെയല്ല നമുക്കൊരു കോൺഫിഡൻസ് വരുള്ളൂ. അപ്പോൾ y മാക്സ് കണ്ടുപിടിക്കുക ബൈ മൊമെന്റ് ഏരിയ മെത്തേഡ്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ ഈ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് എന്ത് വേണം? മൊമെന്റ് ഡയഗ്രം വേണം. നമുക്ക് ഇക്വേഷൻ മാറുന്ന പോലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം തന്നെ വേണം. ഇവിടുത്തെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. എല്ലാം നമുക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എ എന്നും ഇത് ബി എന്നും ഞാൻ വിളിക്കുകയാണ്. എനിക്ക് ബിയിലുള്ള തീറ്റയും ബിയിലുള്ള ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം. അപ്പം തീറ്റ ബി മൈനസ് തീറ്റ എ ഇസിക്കൽ ടു 1/e ഇൻറ്റു എ, അല്ലെങ്കിൽ എ ബൈ ഇ ഐ എന്ന് നമുക്കറിയാം. എ ബൈ ഇ ഐ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാധനത്തിന്റെ ഏരിയ. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എൽ, ഹൈറ്റ് എന്താ? പി എൽ. ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു പി എൽ ഡിവൈഡ് ബൈ ഇ ഐ ചെയ്യുമ്പോൾ നമുക്ക് പി എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 2EI കിട്ടും. അത് തന്നെയാണ് ആൻസർ. ആൻഡ് തീറ്റ എ 0 ആണ്. തീറ്റ എ 0 ആണ്. തീറ്റ ബി ഓട്ടോമാറ്റിക്കലി ഇതായിരിക്കും കിട്ടുന്ന ആൻസർ. നമുക്ക് മറ്റടുത്ത് കിട്ടിയ ഉത്തരം സെയിം ആണ്. വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയോ നിങ്ങൾ. ഓക്കെ, അതുപോലെ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടണം. ചെയ്യാൻ പറ്റും? ഡിഫ്ലക്ഷൻ കിട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എക്കകത്തുള്ള ഡിഫ്ലക്ഷൻ 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ടി ബി എ കണ്ടുപിടിച്ചാൽ മാത്രം മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, വേറെ ട്രിഗണോമെട്രി ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ടി ബി എ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ ടു വരയ്ക്കുന്ന ലൈൻ എയിലെ ടാൻജന്റുമായി നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി നിൽക്കുന്നു, അതാണ് എന്ത്? ടി ബി എ. അത് തന്നെയാണ് y മാക്സ്. അപ്പൊ ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. 1/i ഇൻറ്റു എ ഇൻറ്റു എക്സ് ബാർ. ആൻഡ് എക്സ് ബാറിന്റെ അത് എവിടെ നമ്മൾ എടുക്കണം? എക്സ് ബാർ എവിടെ നമ്മൾ കണ്ടുപിടിക്കണം? ബിയിൽ നിന്ന് കണ്ടുപിടിക്കണം. ബി എന്ന് ഇതാണ്. ഇവിടെ നിന്ന് എത്ര ദൂരം മാറി നിൽക്കുന്നുള്ള രീതിയിൽ വേണം കണ്ടുപിടിക്കാം. നമുക്ക് ഓൾറെഡി അറിയാം ഇതിന്റെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഇവിടെ ആയിരിക്കും എക്സ് ബാർ ഇരിക്കുക. ഇതെല്ലാം ആണെങ്കിൽ ഇത് L/3 ആയിരിക്കും. അപ്പം
ഇത് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ 2l/3 ആയിരിക്കും. 2l/3 ആയിരിക്കും. അത്രേ ഉള്ളൂ. ചെയ്ത് നോക്കിയാൽ മതി. a/i 1/ei ഇൻറ്റു a ഇൻറ്റു എക്സ് ബാർ അല്ലെങ്കിൽ a/ei ഇൻറ്റു എക്സ് ബാർ എങ്ങനെയായാലും ഓക്കെയാണ്. എക്സ് ബാറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഈ സെയിം വാല്യൂ തന്നെ ആയിരിക്കും കൂടെ നമ്മൾ 2l/3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ചെയ്യുമ്പോൾ ഉത്തരം നമുക്ക് ഇത് തന്നെ കിട്ടും. നമുക്ക് നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മൊമെന്റ് ഏരിയ മെത്തേഡ് ഉപയോഗിക്കുന്നത്. മോസ്റ്റ്ലി അല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് മാത്രം ഉപയോഗിച്ചാൽ മതി. കാൻഡിലീവറിന് മാത്രം ഉപയോഗിച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നീട് എന്താണ് പറയാനുള്ളത്? യാ, ബേസിക്കലി അതാണ് നമുക്ക് പറയാനുള്ള കാര്യം. അടുത്തത് ഈ മെത്തേഡ്, സ്ട്രെയിൻ എനർജി മെത്തേഡ്, ഇത് കുറച്ച് മോർ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, സോ യു ക്യാൻ ഡു മോർ പ്രോബ്ലം. ഇതെന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ട്രിക്കാണ്. ബേസിക്കലി ഒരു മാത്തമാറ്റിക്കൽ ട്രിക്കാണ്. ഇതിന്റെ അകത്തെ ഡെറിവേഷനിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. സ്ട്രെയിൻ എനർജിയുടെ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെയാണ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? യു എന്ന് പറഞ്ഞ സ്ട്രെയിൻ എനർജിയാണ്. യു എന്നൊരു സ്ട്രെയിൻ എനർജി ഉണ്ടെങ്കിൽ ഡോ യു ബൈ ഡോ പി ഇസിക്കൽ ടു ഡെൽറ്റ നമ്മൾ നേരത്തെ എടുത്ത് യൂസ് ചെയ്തായിരുന്നല്ലേ? എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? സ്പ്രിങ്ങിൽ അല്ലേ? സ്പ്രിങ്ങിൽ യൂസ് ചെയ്തില്ലേ നമ്മൾ? പി വെച്ച് ഇതിനെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതല്ലേ നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞത്. ആ ഒരു സാധനം തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ സ്ട്രെയിൻ എനർജി നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന്. ഒരു കേസിലെ സ്ട്രെയിൻ എനർജി മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സാധനം ചെയ്യുന്നത്. ഈ സാധനം ചെയ്യുന്നത് ഇച്ചിരി ഒരു കോംപ്ലിക്കേറ്റഡ് തിങ് ആണ്. ഈ ഇക്വേഷനെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. 2-3 ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനെ മാറ്റിത്തരാം. അതെന്റെ ഗ്യാരണ്ടിയാണ്. പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇക്വേഷൻ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ദൗത്യം. വളരെ സിമ്പിൾ ആണ്. യു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to l. കാരണം ഫുൾ ലെങ്ത് നമ്മൾ എടുക്കുക 0 to l. എം എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൊമെന്റ്. നമ്മുടെ മൊമെന്റ് തന്നെ എം എക്സ് പറഞ്ഞാൽ എക്സ് പിന്നെ അനുസരിച്ച് എങ്ങനെ എം മാറുന്ന അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൽ. എം ബൈ ഐ അല്ല, എം എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഐ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വാല്യൂ. 0 to dx, ഇന്റഗ്രൽ 0 to l എം എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഐ ഡി എക്സ് ആണ് നമ്മുടെ സ്ട്രെയിൻ എനർജി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇക്വേഷൻ കാണാൻ മനസ്സിലാക്കണം. ഇന്റഗ്രൽ 0 to l എം എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഐ. ഈ എം എക്സ് സ്ക്വയറിനെ എനിക്ക് എം എക്സ് ഇൻറ്റു എം എക്സ് എന്ന് എഴുതാൻ പറ്റും. അത് വേറൊരു കാര്യം. അപ്പം ഇന്റഗ്രൽ 0 to l എം എക്സ് ഇൻറ്റു എം എക്സ് ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അതാണ് നമ്മുടെ സ്ട്രെയിൻ എനർജി. ഇനി നമുക്ക് അതിനകത്ത് നിന്ന് നമുക്ക് ഡെൽറ്റയും കണ്ടുപിടിക്കാൻ പറ്റും, തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയാമോ? ഡോ യു ബൈ ഡോ പി എൻ ചെയ്താൽ, പി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലോഡാണ്. P1 P2 P3 അങ്ങനെ പി എന്ന ഒരു പർട്ടിക്കുലർ ലോഡാണ്. ഇതൊരു പർട്ടിക്കുലർ മൊമെന്റ് ആണ്. അത് ശ്രദ്ധിക്കണം. ഈ കേസിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം വെച്ചാൽ നമുക്കിപ്പം ഇങ്ങനൊരു കേസ് ഉണ്ട്. ഇത് സാധനമാണ്, ഓക്കെ. ഇത് കാൻഡിലിവർ ബീമാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്ക് ഈ കേസിൽ ഇവിടെ ഒരു പി ഉണ്ടെങ്കിൽ ഇവിടത്തെ മാത്രം ഡിഫ്ലക്ഷൻ നമുക്ക് സ്ട്രെയിൻ എനർജി വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെയാണ് പി എങ്കിൽ ഇവിടുത്തെ ഡിഫ്ലക്ഷൻ മാത്രം കണ്ടുപിടിക്കാൻ പറ്റും. ഈ ലോഡ് അപ്ലൈ ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ലോഡ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതേപോലെ തന്നെ മൊമെന്റ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ്സ് ഉള്ളിടത്ത് മാത്രമേ നമുക്ക് അവിടുത്തെ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷേ നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ എല്ലായിടത്തെയും കണ്ടുപിടിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ സാധനം അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരിടത്തൊരു ലോഡ് വേണം. ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ ലോഡ് അപ്ലൈ ചെയ്ത പോയിന്റ് ഡിഫ്ലക്ഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അതേപോലെ ഒരു കോൺസെൻട്രേറ്റഡ് ബെൻഡിങ് മൊമെന്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ബെൻഡിങ് മൊമെന്റ്, പോയിന്റ് മൊമെന്റ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇത്ര മനസ്സിലായല്ലോ. അപ്പം എങ്ങനെ നമ്മൾ ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡി ഡോ യു ഡിവൈഡ് ബൈ ഡോ പി എൻ. ഡോ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡോ യു ഡിവൈഡ് ബൈ ഡോ പി എൻ. ഇവിടെ ഉണ്ടല്ലോ, മനസ്സിലാക്കണം. നമ്മൾ ഈ ഒരു ഇന്റഗ്രൽ ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം തന്നെ എഴുതിയിരിക്കുന്നത് രണ്ടാമത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഏതെങ്കിലും ഒരിടത്ത് മാത്രം നമ്മൾ ഡോ ബൈ ഡോയിന് ഇട്ടാൽ മതി, മറ്റിടത്ത് അവിടെ വെറുതെ ഇട്ടിരിക്കണം. ഇതാണ് ഇതിനകത്തെ കൺസെപ്റ്റ്. ഈ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. മനസ്സിലാക്കാനൊന്നുമില്ല, മാത്തമാറ്റിക്കലാണ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ സംഭവം കഴിഞ്ഞു. ഡോ യു ബൈ ഡോ പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയും ഇട്ട് ഡെറിവേറ്റീവ് എടുത്ത് ഇവിടെയും ഡെറിവേറ്റീവ് എടുത്ത് എല്ലാം ഡെറിവേറ്റീവ് എടുക്കാൻ കാര്യമില്ല. ഒരു എം എക്സിന് മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മറ്റേ എം എക്സിന് അങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ
ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ പി എൻ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു എൽ എം എക്സ് ഡോ എം എക്സ് ബൈ ഡോ പി എൻ ഡിവൈഡ് ബൈ ഇ ഐ ടൈംസ് ഡി എക്സ്. ഇങ്ങനെയാണ് ഇക്വേഷൻ എഴുതേണ്ടത്. ഒരു പ്രാവശ്യം നിങ്ങൾ പേപ്പർ എടുത്ത് എഴുതി നോക്കി, ഒരു പ്രാവശ്യം നിങ്ങൾ പേപ്പർ എടുത്ത് എഴുതി നോക്കി. അതേപോലെ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടാവില്ല. ഇത് ആ പർട്ടിക്കുലർ ലോഡാണ്, ആ പർട്ടിക്കുലർ ലോഡാണ് നമ്മൾ എവിടെയാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്, ആ പർട്ടിക്കുലർ ലോഡാണ് ഈ പി എന്ന് പറയുന്നത്. അതേപോലെ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ പറ്റൂ. ആ പർട്ടിക്കുലർ കോൺസ്റ്റന്റ് മൂവ്മെന്റ് ആണ് ഡോ എം എൻ എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് ഡോ യു ബൈ ഡോ എം എൻ ചെയ്യുക. അപ്പോൾ വീണ്ടും നമ്മൾ എം എക്സ് ഒരിടത്ത് അങ്ങനെ ഇന്റഗ്രൽ 0 ടു എൽ എം എക്സ് അങ്ങനെ എത്തിക്കുക. മറ്റിടത്ത് എന്ത് ചെയ്യണം, ഡോ എം എക്സ് ഡിവൈഡ് ബൈ ഡോ എം എൻ ഓ ഡിവൈഡ് ബൈ ഇ ഐ ഡി എക്സ്. ഇതാണ് സ്ട്രെയിൻ എനർജി മെത്തേഡ്. ഈ സ്ട്രെയിൻ എനർജി മെത്തേഡിന്റെ പ്രത്യേകത നമുക്ക് ഇത് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് സ്ഥലത്ത് യൂസ് ചെയ്താലും നമുക്ക് ഉത്തരം കൃത്യമായിട്ട് കിട്ടും. കൂടുതൽ കോംപ്ലിക്കേഷൻസും ഇല്ല. ഒരു ഇക്വേഷനോ മാക്സിമം 2 ഇക്വേഷൻ വെച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. മറ്റേ നമ്മൾ C1 C2 C3 ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ വരയ്ക്കണം. മറ്റേ മൊമെന്റ് ഏരിയ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി നിൽക്കണം. ഇവിടെ അതും വേണ്ട. സംഭവം കുറച്ചും കൂടെ സിമ്പിൾ ആണ് ഇതിന്റെ സംഭവം. കാരണം ഈ കോംപ്ലക്സിറ്റി വരുന്നത് ചെയ്യുന്ന ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുന്നതിനാണ്. ഈ ഇക്വേഷൻ എങ്ങനെയാണെന്ന് ഈ ഇക്വേഷൻ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് സ്ട്രെയിൻ എനർജി മെത്തേഡ്. ഒരു കാര്യം ചെയ്യും, നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഫസ്റ്റ് യുവിന്റെ ഇക്വേഷൻ എഴുതണം, അത് കഴിഞ്ഞ് ഡെൽറ്റയുടെ ഇക്വേഷൻ എഴുതണം, അത് കഴിഞ്ഞ് തീറ്റയുടെ ഇക്വേഷൻ എഴുതണം. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, കാണാതെ എഴുതണം. ഓക്കെ, ട്രൈ ആൻഡ് കം ബാക്ക്. നമ്മൾ വീണ്ടും നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ തന്നെ വന്ന് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് y മാക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി പി ഉണ്ട്, നമുക്ക് ചെയ്യാൻ അറിയാം. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ യു കണ്ടുപിടിക്കുക. യു എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 ടു എൽ ഓക്കെ ഇന്റഗ്രൽ 0 ടു എൽ എം എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഇ ഐ ഡി എക്സ് ഓൾറെഡി നമുക്കറിയാം. അതിനകത്ത് എം എക്സ് എന്താണ്, എം എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് പി എക്സ് ആണ്. നമ്മൾ ഓൾറെഡി അത് കണ്ടുപിടിച്ചതാണ്. മൊമെന്റ് എങ്ങനെയാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസിന് മൊമെന്റ് എങ്ങനെ നമ്മൾ പറയാൻ പറ്റും, ഒരു എടുത്തിട്ട് എക്സ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പി ഇൻറ്റു എക്സ് ആയിരിക്കും. അത് നെഗറ്റീവ് ആണ്, കാരണം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ആണ്. സോ മൈനസ് പി എക്സ്. അപ്പോൾ എം എക്സ് വരെ മൈനസ് പി എക്സ് ആണ്. ആ പി എക്സിനെ ഞാൻ പിക്ക് പകരം പി എൻ എന്ന് വെറുതെ കൊടുത്തു. അവസാനം ഞാൻ തിരിച്ച് പി ആക്കി കൺവേർട്ട് ചെയ്യും. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ പി എക്സിനെ പി എൻ എന്ന് വെറുതെ കൊടുത്തു. സോ മൈനസ് പി എൻ എക്സ് എന്ന് വിളിക്കാൻ പറ്റും. ലെറ്റ് പി ബി പി എൻ. ഡെൽറ്റ എന്താണ്, ഡോ യു ബൈ ഡോ പി എൻ. എങ്ങനെ ചെയ്യാൻ പറ്റും, 0 ടു എൽ ഇന്റഗ്രല്. പിന്നെ ഇതാ എം എക്സ് ആദ്യമേ അതുപോലെ എടുത്തെഴുതണം. എന്താ, മൈനസ് പി എൻ എക്സ് അതുപോലെ എഴുതണം. പിന്നെ ഒരു പ്രാവശ്യം പി എന്നുമായിട്ട് ഡെറിവേറ്റീവ് ചെയ്ത് ഒന്നുകൂടി എഴുതണം. ഡോ ബൈ ഡോ പി എൻ ഓഫ് മൈനസ് പി എൻ എക്സ് ഓൾ ഡിവൈഡ് ബൈ എ. നമ്മുടെ ഇക്വേഷൻ തന്നെയാണിത്. നമ്മളിത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നേരത്തെ പറഞ്ഞതാണ്. ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു എൽ പി എൻ എക്സ് മൈനസ് പി എൻ എക്സ് നമ്മൾ ഇട്ടതിന് ശേഷം ഇതിന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പി എൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് മൈനസ് എക്സ് എന്ന് കിട്ടും. മൈനസ് വീണ്ടും മൈനസ് മൈനസ് പ്ലസ് ആവും. എക്സും എക്സും എക്സ് സ്ക്വയർ ആവും. പി എൻ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ഐ ഇന്റഗ്രൽ 0 ടു എല്ലിനകത്ത് വരും. ഒരു ഡി എക്സ് ഉണ്ട്, ഇവിടെയൊക്കെ ഡി എക്സ് ഉണ്ട്, ഇട്ടേക്കാം. ഇവിടെ ഡി എക്സ് ഉണ്ട്, ഇവിടെയും ഡി എക്സ് ഉണ്ട്. ഫൈനലി നമുക്ക് ഉത്തരം നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ പി എന്നെ ഇ ഐനെ പുറത്തെടുത്താൽ എക്സ് പവർ 6 ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് എക്സ് ക്യൂബ് ബൈ 3 ആയിരിക്കും അതിൻ്റെ ഇൻറ്റഗ്രേഷൻ. എൽ ഫ്രം 0 ടു എൽ ആണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ മുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഡെൽ വാല്യൂ നമ്മൾ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് പി എൻ എൽ ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടും. അതിനകത്ത് പി എന്ന് പറഞ്ഞാൽ പി തന്നെ ആയതുകൊണ്ട് പി എൽ ക്യൂബ് ഡിവൈഡ് 3 എന്ന് കിട്ടും. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ വഴിയിലും നമ്മൾ കിട്ടിയ നമ്മുടെ ഡിഫ്ലക്ഷൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഇവിടുത്തെ കണ്ടുപിടിക്കുന്നത്. എന്ത് കണ്ടുപിടിച്ചത്, ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചത്. പി എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് ഇരിക്കുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആണ് നമുക്ക് സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫൈൻഡ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഇനി നമുക്ക് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് വേണം. ആ പോയിന്റ് കോൺസെൻട്രേറ്റ് മൊമെന്റ് എം എൻ ആക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെറിവേറ്റീവ് എടുത്തിട്ട് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ ഇവിടെ മൊമെന്റ് ഇല്ല. ഇവിടെ ഇപ്പോൾ ഇനി മൊമെന്റ് ഇല്ല, കോൺസ്റ്റന്റ് മൊമെന്റ് ഇല്ല. എന്ത് ചെയ്യും, നമ്മളൊരു മൊമെന്റ് അങ്ങ് അസ്യൂം ചെയ്യും. എം എൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒരു മൊമെന്റ് അങ്ങ് അസ്യൂം ചെയ്യും. അപ്പൊ തെറ്റല്ലേ സാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമ്മിന്റെ വാല്യൂ 0 ആണ്, ഞാൻ അവസാനം 0 ഇട്ട് കൊടുക്കും. അപ്പൊ എനിക്ക് ആൻസർ കിട്ടിയില്ലേ. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് പി ഇല്ലെന്ന് വെക്കും, ലോഡ് ഇല്ല ഒരു പോയിന്റ്. ഈ പോയിന്റ് ഡിഫ്ലക്ഷനെ കണ്ടുപിടിക്കണം, ഈ പോയിന്റ് കണ്ടുപിടിക്കണം എന്ന് വെക്കുക. അവിടെ എനിക്ക് പി ഇല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവിടെ ഞാൻ ഒരു പി എൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് അവസാനം ഞാൻ പി എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കും. അത് ചെയ്താലും പോരെ. എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം, നോക്കിക്കോ.
ഞാൻ എം എന്നൊരു മൊമെന്റ് ഇവിടെ അസ്യൂം ചെയ്തല്ലോ. എനിക്ക് ഇവിടുത്തെ തീറ്റയാണ് ആവശ്യം, ഇവിടുത്തെ തീറ്റ. ഈ സാധനം എന്തുമാത്രം ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ആ ഒരു തീറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? യുവിന്റെ ഇക്വേഷൻ വീണ്ടും എഴുതണം. 0 to L. ഞാൻ വീണ്ടും വീണ്ടും എഴുതുന്നത് നിങ്ങളത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ വീണ്ടും വീണ്ടും എഴുതുന്നത്. എപ്പോഴെപ്പോഴും എഴുതരുത്. കുറെയൊക്കെ പറ്റുന്നത്ര മനസ്സിലൊക്കെ ചെയ്യാൻ നോക്കണം. പക്ഷെ സ്റ്റിൽ ഞാനിത് എഴുതുന്നത് നമുക്ക് ഇത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്റഗ്രൽ 0 to L mx ഡിവൈഡ് ബൈ ഇ mx സ്ക്വയർ ഡിവൈഡ് ബൈ mx എന്ന് പറഞ്ഞ mx എന്ന് പറഞ്ഞ സാധനം -mn - px ആയിരിക്കും. അത് നോക്കിക്കോണം. നമ്മൾ mx എഴുതുമ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്ത സ്യൂഡോ മൊമെന്റും കൂടെ കൺസിഡർ ചെയ്ത് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ ഈ സെക്ഷനെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ എക്സ് ഇവിടെ ഉള്ളതുകൊണ്ട് പി ഇൻറ്റു എൻ നമുക്ക് ഓൾറെഡി എന്താണ് പി ഇൻറ്റു എക്സ് -px ഓൾറെഡി നമുക്ക് മൊമെന്റ് ഭാഗത്തുണ്ട്. അത് സങ്കടം ഉണ്ടാക്കുന്ന മൊമെന്റ് ആണ്, നെഗറ്റീവ് ആണ്, -px നമ്മൾ കൊടുക്കും. അതേപോലെ ഈ എം എൻ ഉണ്ടോ, എം എൻ ഇങ്ങനെ ബെൻഡ് ചെയ്യുക. അപ്പം നമ്മൾ ഈ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സങ്കടം ഉണ്ടാക്കുക, ഇങ്ങനെ ആയിരിക്കും മാറുക, വിഷമിപ്പിക്കുക ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ആ സാധനത്തിനെ നമ്മൾക്ക് മൈനസ് ഇട്ട് എഴുതാം. അപ്പോൾ -mn - px ആണ് നമ്മുടെ ഇവിടുത്തെ mx. mn 0 ആണെങ്കിൽ ഇവിടെ -px മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ അത് നമുക്കിപ്പം മാറ്റമില്ല. ഇപ്പം നമ്മൾ mn ഇട്ട് തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുന്നവരെ, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്ത് കഴിയുന്നവരെ നമ്മുടെ mn അതുപോലെ ഇട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് mn 0 ആക്കാനുള്ള അധികാരവും. ഓക്കെ. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നേരത്തെ ഡെൽറ്റ കണ്ടുപിടിച്ച് ഇവിടെ നമുക്ക് തീറ്റയാണ്. തീറ്റ എങ്ങനെ നമ്മൾ തീറ്റ കണ്ടുപിടിക്കും? തീറ്റ എന്ന് പറഞ്ഞാൽ ഓക്കെ, തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ മ്യൂ ഡിവൈഡ് ബൈ ഡോ എം എൻ. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യമേ എം എക്സ് നമ്മൾ അതുപോലെ എഴുതണം. അടുത്ത എം എക്സിലാണ് നമ്മൾ ഡോ എം എക്സ് ബൈ ഡോ എം എൻ ചെയ്യുന്ന ഡിവൈഡ് ബൈ ഐ ഇന്റഗ്രൽ 0 to ഇന്റഗ്രേറ്റ് ചെയ്യണം. ഡി എക്സ് ഇവിടെയും ഡി എക്സ്. ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കും? 0 to L ഈ എം എക്സിന് വരെ നമ്മൾ ഡയറക്റ്റ് ഈ സാധനം ഡയറക്റ്റ് എഴുതണം. -mn - px എന്ന് കൊടുക്കണം. അടുത്തതിന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു എം എൻ. അപ്പോൾ ഇവിടെ എം എൻ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇത് -1 ആവും, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് 0 ആയിരിക്കും. സോ ഇത് -1 വരും. ഓക്കെ. ഡിവൈഡ് ബൈ ഇ ഇൻറ്റു ഡി എക്സ്. മനസ്സിലായോ എങ്ങനെ ചെയ്യുന്നത്? -mn - px ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. അപ്പം ഡോ ബൈ ഡോ എം എൻ ആണ് എടുക്കേണ്ടത്. അപ്പം ആദ്യത്തെ വാല്യൂവിനകത്ത് എം എൻ ഉണ്ട്. അപ്പം എം എൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നമുക്ക് -1 കൊടുക്കാം. ഇത് നമ്മൾ ഫുൾ കോൺസ്റ്റന്റ് ആണ്. കാരണം എന്താ കോൺസ്റ്റന്റ്? ഈ എം എന്നിന് വിത്ത് റെസ്പെക്ട് വേരി ചെയ്യുന്ന സാധനം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് എടുത്താൽ മതി. എക്സ് ഒന്നും ഇവിടെ വേരിയബിൾ അല്ല. ആ രീതിക്കാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. നമുക്കിത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഒരു പ്രാവശ്യം, എങ്കിലും എന്നോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എടുത്തു കഴിയുമ്പോൾ ഈ ഉത്തരം കിട്ടും. ഇതിനെ നമ്മൾ ഈ 1 ഉള്ളിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എം എൻ ഞാൻ 0 ആയി കഴിയുമ്പം എനിക്ക് 0 to L px ei എന്ന് പറഞ്ഞ് കിട്ടും. അതിനകത്ത് p ബൈ ഇ ഞാൻ പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് സ്ക്വയർ ബൈ 2 ആവും. അതിനകത്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ PL സ്ക്വയർ ഡിവൈഡ് ബൈ 2ei എന്ന് കിട്ടും. അതാണ് നമ്മുടെ തീറ്റയുടെ വാല്യൂ. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ട്രിഗണോമെട്രി ഉപയോഗിച്ച് സംഭവം കണ്ടുപിടിക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W ഒരു ലോഡ് ഉണ്ട്, ന്യൂട്ടൺ പെർ മീറ്റർ തന്നിട്ടുണ്ട്. ആ കേസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും? ഡിഫ്ലക്ഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ, തീറ്റ കണ്ടുപിടിച്ചാൽ ചോദിക്കുന്നില്ല. ഡിഫ്ലക്ഷൻ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഈ കേസിലും യു എന്താണ് എഴുതണം? ഇന്റഗ്രൽ 0 to L mx സ്ക്വയർഡ് ei dx. അതാണ് നമ്മുടെ യു എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡോ യു ഡിവൈഡ് ബൈ ഡോ പി എൻ. നമുക്ക് എവിടെയാണോ ലോഡ് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ നമ്മൾ പി എൻ എന്ന് പറയുന്ന ഒരു ലോഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഒരു യു ഡി എൽ മാത്രമേ ഉള്ളൂ, പി എൻ എന്നൊരു ലോഡ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പി എൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. ആ പി എൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ. അപ്പം ഡോ യു ബൈ ഡോ പി എൻ ഇങ്ങനെ മാറും. ഇതെങ്ങനെ മാറും നമുക്കിപ്പോൾ കറക്റ്റായിട്ട് അറിയാം. അത് കണക്ക് എം എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ എം എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും? നമ്മൾ എക്സ് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എക്സ് എന്ന് വിചാരിക്കുക. അപ്പോ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന മൊമെന്റ് എന്തായിരിക്കും? അതായിരിക്കും എം എക്സിന്റെ വാല്യൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒന്ന് ഈ പി എൻ ഉണ്ടല്ലോ, ആ പി എൻ ഇത്രയും ഡിസ്റ്റൻസ് എക്സ് വെച്ച് നമുക്കൊരു മൊമെന്റ് തരും. അത് നെഗറ്റീവ് മൊമെന്റ് ആയിരിക്കണം. ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ ആവാനുള്ള മൊമെന്റ് ആണ്. സോ അത് നെഗറ്റീവ് ആണ്. സോ അത് -pn(x) നമ്മൾ ഓൾറെഡി അങ്ങ് എഴുതി. അടുത്തതായിട്ട് ഇവിടെ നമുക്ക് W ന്യൂട്ടൺ പെർ മീറ്റർ ഉണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് എക്സ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന W എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ W ഇൻറ്റു എക്സ് ആയിരിക്കും കംപ്ലീറ്റ് ലോഡ്. ആ കംപ്ലീറ്റ് ലോഡ് നമുക്ക് നടുക്ക് ആക്ട് ചെയ്യുന്ന എന്ന് നമുക്ക് അസ്യൂം ചെയ്തെടുക്കാൻ പറ്റും. സെൻട്രൽ ആക്ട് ചെയ്യുന്ന നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് WX ആണ്. ഓക്കെ.
അത് x/2 ഡിസ്റ്റൻസ് മാറിയാണ് ഇവിടെ നിന്ന് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് x/2 ആണ്. അപ്പോൾ wx ഇൻറ്റു x/2 wx ഇൻറ്റു x/2 ആ ലോഡ് കാരണം എന്താ സംഭവിക്കുന്നത്? താഴോട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇങ്ങനെ ഇരിക്കുന്ന ബാർ ഇങ്ങനെ ഇരിക്കുന്നു. സോ അത് നെഗറ്റീവ് ആണ്. സോ മൈനസ് wx ഇൻറ്റു x/2 നമ്മൾ എഴുതി. mxന്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് mx. പിന്നെ mx നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ അറിയാം. ഓൾറെഡി നമ്മൾ ഡയറക്റ്റ് mx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. രണ്ടാമത്തെ കേസിൽ നമ്മൾ ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് ഈ സാധനം ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഒരു pn(x) മാത്രമുള്ള pn ഡെറിവേറ്റീവ് മൈനസ് pn(x) ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു pn എടുത്താൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് മൈനസ് എക്സ് എന്ന് കിട്ടും. അത് ഇവിടെ എഴുതി. ഈ മൈനസ് നമുക്ക് അകത്തോട്ട് എടുത്ത് നമുക്ക് വേണമെങ്കിൽ പ്ലസ് ആക്കി മാറ്റാൻ പറ്റും. കാരണം മൈനസ് അല്ലെങ്കിൽ മൈനസ് അങ്ങനെ കിടന്നോട്ടെ. നമ്മൾ pn(x)ന് 0 ഇട്ട് കൊടുക്കണം. അപ്പം ഇവിടെ മൈനസ് wx²/2 ഇൻറ്റു മൈനസ് എക്സ് പറയും. ആ മൈനസ് മൈനസ് പ്ലസ് ആവും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രൽ ഇവിടെ എല്ലാം ഡി എക്സ് ഉണ്ട്. ഞാൻ ഇൻ്റഗ്രൽ ഇടുമ്പോൾ ഡി എക്സ് ഇടുന്നില്ല. ഏതെങ്കിലും ടെസ്റ്റ് എഴുതുന്നെങ്കിൽ നമ്മൾ ഡി എക്സും കൂടി ഇട്ട് തന്നെ പോകണം. ആൻഡ് wx3/2ei എന്ന് കിട്ടും. ഇൻ്റഗ്രേഷനൊക്കെ നമ്മൾ 2 വട്ടം പറഞ്ഞ് സിമ്പിൾ ഇൻ്റഗ്രേഷൻ വരുന്നത്. x⁻n ഇൻ്റഗ്രേഷൻ മാത്രം ഇവിടെ ഇത്ര നേരം വന്നിട്ടുള്ളൂ. x⁻n+1/n+1 അതാണ് x⁻n ഇൻ്റഗ്രേഷൻ. അങ്ങനെ നമ്മൾ ചെയ്ത് നമുക്ക് ഉത്തരം കിട്ടും. ഡെൽറ്റ WL/4/8ei എന്ന് പറയുന്ന ഒരു ഡിഫ്ലക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. ചില കേസുകളിൽ ഇവിടെ അപ്പോൾ മൊമെന്റ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ നിന്ന് ഇവിടം വരെ ഈ മൊമെന്റ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ചില കേസുകളിൽ മൊമെന്റിന്റെ ഫംഗ്ഷൻ ഇടയ്ക്ക് വെച്ച് കട്ടായി മാറും. ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന മൊമെന്റ് ഡയഗ്രാംസ് നമുക്ക് അറിയാം. നടുക്ക് ലോഡൊക്കെ ഉള്ള കേസ്. ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഇക്വേഷനും ഇവിടെ ഉണ്ടാകുന്ന ഒരു ഇക്വേഷനും ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ആദ്യം ഇത് ചെയ്യണം, പിന്നീട് നമ്മൾ ഇത് ചെയ്യണം. അങ്ങനെ രണ്ട് പാർട്ടായിട്ട് ഇന്റഗ്രേഷൻ ചെയ്യണം. ഉദാഹരണം 0 to L/2 ആദ്യം ചെയ്തിട്ട് പിന്നെ L/2 to സംതിങ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി ശ്രദ്ധിക്കുന്നത്. നമുക്ക് അടുത്ത ലെവലിലോട്ട് പോവാം. ട്രിഗണോമെട്രി മെത്തേഡിന്റെ അടുത്ത ഒരു ലെവൽ. ഓക്കെ, ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കേസിൽ ഇവിടെ സെന്ററിലാണ് നമ്മുടെ ലോഡ്. അപ്പം ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ എടുത്താൽ എക്സ് ഇങ്ങോട്ടാണെങ്കിലാണ് എനിക്കൊരു മൊമെന്റ് കിട്ടും. ഇവിടെ മൊമെന്റ് കിട്ടും. ഇവിടെ എല്ലാം മൊമെന്റ് ലീനിയറായിട്ട് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ ഒരു ഫംഗ്ഷൻ മാറിപ്പോകും. അതായത് നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇങ്ങനെ മറ്റോ ആയിരിക്കണം. ഇങ്ങനെയോ അത് താഴോട്ടോ. അത് എങ്ങനെ വെച്ചാൽ രണ്ട് ഫംഗ്ഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫംഗ്ഷൻ കിട്ടും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫംഗ്ഷൻ കിട്ടും. ഈ പോയിന്റിലെ മൊമെന്റ് ഇവിടെ നോക്കിയാലും ഈ പോയിന്റിലെ മൊമെന്റ് ഇവിടെ നോക്കിയാലും സെയിം ആയിരിക്കും. പക്ഷെ ആ ഒരു ഫംഗ്ഷൻ ഫുൾ കണ്ടിന്യൂസ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നത്, ഈ ഒരു പോയിന്റിലെ മൊമെന്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള മൊമെന്റ് രണ്ട് പ്രാവശ്യം നമ്മൾ ചെയ്യണം. രണ്ടായിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു പ്രാവശ്യം, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം ഈ ഒരു ഇവിടെ നിങ്ങളുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചാൽ ഇവിടെ നിങ്ങോട്ടുള്ളതിന് ഇക്വലന്റ് ആയിട്ട് മാറും. ഐ നോ ഇറ്റ് ഈസ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് സെഷൻ ആണ്, ബട്ട് സ്റ്റിൽ ഇത് നിങ്ങൾക്ക് കിട്ടിയാൽ നല്ലതാണ്. ഞാൻ ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നതല്ല, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ. അപ്പോൾ ഇതിന് പകരം നമ്മൾ റിയാക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഈ പി നെ ഞാൻ പകരം പി എൻ എന്ന് വിളിച്ച്, കാരണം ഈ പോയിന്റ് ഡിഫ്ലക്ഷൻ ആണ് എനിക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇത് pn/2 ആയിരിക്കും, ഇതും pn/2 ആയിരിക്കും. റിയാക്ഷൻസ് ദാറ്റ് വി ഓൾറെഡി നോ. ഇനി ഞാൻ ഇവിടെ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താൽ, ഇത് എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും? എനിക്ക് കിട്ടുന്ന മൊമെന്റ് എന്ന് പറഞ്ഞാൽ pn/2 ടൈംസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് മാറുന്നതിനനുസരിച്ച് ലീനിയറായിട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങ് അറ്റത്ത് എക്സ് 0 ആയതുകൊണ്ട് 0 ആയിരിക്കും. ഇങ്ങ് അറ്റത്ത് അത് pn/2 വരെ pn/2ന്റെ അത്രയും വാല്യൂ വരെ ഇത് വരും. pn/2 ഇൻറ്റു L/2 എന്നുള്ള രീതി വരെ നമുക്ക് ഇവിടം വരെ വരും. അപ്പം അത് മാത്രമല്ല, ഈ ഒരു സെക്ഷനിലെ മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോഴ്സ് കാരണമാണ് അത് മേലോട്ടായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവ്, ചിരിക്കുന്നതാണ് പോസിറ്റീവ് മൊമെന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ട്രയാങ്കിൾ മൊമെന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇങ്ങനെയായിരിക്കും ഈ മൊമെന്റ് ഇവിടം വരെ ഉണ്ടാവും. മൊമെന്റ് ഡയഗ്രാമാണ് ഞാൻ വരയ്ക്കുന്നത്. അതുപോലെ ഇവിടെ നിങ്ങൾ താഴോട്ട് ബെന്നി മൊമെന്റ് താഴോട്ടായിരിക്കും. അപ്പം ഇത് കംപ്ലീറ്റ് ഒരു ഇക്വേഷൻ അല്ല. ഇവിടെ നിങ്ങോട്ടുള്ളത് ഒരു ഇക്വേഷനും ഇവിടെ നിങ്ങോട്ടുള്ളത് വേറൊരു ഇക്വേഷനാണ്. കാരണം ഈ ഒരു ഫോഴ്സ് വന്നതാണ് രണ്ടായിപ്പോയി. അപ്പോൾ എനിക്ക് ഇവിടെ ബെന്നി മൊമെന്റ് കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, വേണമെങ്കിൽ അവിടെ നിന്ന് ഇവിടം വരെ ഒന്നുകൂടി ഇന്റഗ്രേറ്റ് ചെയ്യാം. രണ്ട് പ്രാവശ്യം ഇന്റഗ്രേറ്റ് ചെയ്യാൻ എനിക്ക് വേണമെങ്കിൽ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇക്വേഷൻ ഇന്റഗ്രേഷൻ തന്നെയായിരിക്കും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഇന്റഗ്രേഷൻ. രണ്ടും ഒന്ന് തന്നെയായിരിക്കും. എനിക്ക് സിമെട്രി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം ചെയ്താൽ മതിയാവും. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ
ഇതിൽ നിന്ന് നമ്മൾ ഡെൽറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ സിയിലാണ് ഡെൽറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ യു ഡിവൈഡ് ബൈ ഡെൽ യു ഡിവൈഡ് ബൈ ഡെൽ പി എൻ വേണം. ഇന്റഗ്രൽ 0 ടു എൽ എം എക്സ് ഡോ എം എക്സ് ബൈ ഡോ പി എൻ ബൈ ഇ ഐ ഡി എക്സ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്. എം എക്സ് എന്ന് പറഞ്ഞാൽ പി എൻ ബൈ 2 എക്സ് ആണ്. കാരണം എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ പി എൻ ബൈ 2 ആയതുകൊണ്ട് പി എൻ ബൈ 2 കൊണ്ട് ഈ പർട്ടിക്കുലർ എക്സ് ആയിരിക്കും ഉണ്ടാകുന്ന മൊമെന്റ്. അത് പോസിറ്റീവ് മൊമെന്റും ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു മൊമെന്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പക്ഷേ ഈ മൊമെന്റ് കംപ്ലീറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂല. ഇത് തെറ്റാണ്, ദിസ് ഈസ് റോങ്, ഇത് തെറ്റാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഹിയർ ബെൻഡിങ് മൊമെന്റ് ഫംഗ്ഷൻ ഈസ് ഇൻ 2 പാർട്സ്, സോ വി ഹാവ് ടു ഡു x is equal to 0 to l by 2 രണ്ട് പ്രാവശ്യം ചെയ്യണം. അതായത് ഡെൽറ്റ is equal to 2 times 0 to l by 2 ഇന്റഗ്രേറ്റ് ചെയ്യുക. പിന്നെ ബാക്കി നമുക്ക് ഓൾറെഡി അറിയാവുന്ന തന്നെയാണ്. എം എക്സിന് വരാൻ പി എൻ എക്സ് ബൈ 2 എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഡോ എം എക്സ് ബൈ ഡോ പി എൻ വരും. ഇവിടെ ഞാൻ പി എൻ എക്സ് ഡെറിവേറ്റീവ് എടുത്താൽ എനിക്ക് എക്സ് ബൈ 2 എന്ന് കിട്ടും. ആ എക്സ് ബൈ 2 കൊടുത്താൽ മതി. ബൈ ഇ ഐ ആണ്, നമ്മൾ പുറത്ത് എടുത്തു കഴിഞ്ഞാൽ 2 ബൈ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി ഒരു 2 ഉണ്ട്, ആ 2 താഴെ എടുക്കും. അപ്പോൾ പി എൻ ബൈ 2 ജസ്റ്റ് ചെയ്ത് നോക്കുക, അത് നിങ്ങൾ ചെയ്ത് നോക്കി കിട്ടുന്ന കാര്യമുള്ളൂ. അത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു ഡിവിഷൻ്റെ താഴെ വേറെ ഡിവിഷൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നതാണ്. സംഭവം ചെയ്യുമ്പോൾ പി എൻ ഡിവൈഡ് ബൈ 2 ഇ ഐ വരും. എക്സ് സ്ക്വയർ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്ന് വരും. അവിടെ നമ്മൾ 0 to l by 2 കൊടുത്താൽ നമ്മൾ 2 ടൈംസ് ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉത്തരം കിട്ടും പി എൽ ക്യൂബ് ഡിവൈഡ് ബൈ 48 പി ഐ ആണ് ഉത്തരം കിട്ടുന്നത്. ഓക്കെ, അതാണ് പ്രശ്നം. ഇതിന്റെ ഒരു പ്രോബ്ലം വെച്ചാൽ മൊമെന്റ് ഡയഗ്രാം കണ്ടിന്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടത്തില്ല. ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ കാൻഡിലിവർ ബീം തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഐ ആണ്, ഇവിടെ 2i ഉണ്ടാവും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇവിടെ ഇൻക്രീസ് ആവും. അങ്ങനത്തെ ഒരു കേസ് വന്നേക്കുന്നത്. അപ്പോൾ ആ കേസിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ആരും ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ഡെൽറ്റയുടെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. പക്ഷെ രണ്ട് സെക്ഷൻ ആക്കണം. ഇവിടെ നിന്ന് ഇവിടം വരെ എൽ ബൈ 2, ഇവിടെ നിന്ന് എൽ ബൈ 2 തൊട്ട് ഇവിടം വരെ, എൽ ബൈ 2 തൊട്ട് എൽ വരെ. എൽ ബൈ 2 തൊട്ട് എൽ വരെ ഉള്ള കേസിൽ നമ്മൾ ഐക്ക് പകരം 2i ഇടണം. Then just substitute, integrate, apply limits, you get this answer. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടം വരെ ചെയ്യണം, പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ ചെയ്യണം. എന്തുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു? ഫംഗ്ഷൻ രണ്ടായതുകൊണ്ടല്ല ഇവിടെ സ്പ്ലിറ്റ് ചെയ്തത്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്തത് നമുക്ക് ഐയുടെ വാല്യൂ ഇവിടെ വെച്ചിട്ട് ഒരു വേറൊരു മാറ്റം ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കേസുകൾ കാണാൻ പഠിക്കാം. ചില കേസുകൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം സ്റ്റോപ്പിന് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് പഠിക്കുന്നത്. എന്താ നമുക്ക് നോക്കാം. ഇതൊരു ഷോർട്ട് കട്ട് പോലെയാണ്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ 6 കേസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 6 കേസുകളുടെയും സ്ലോപ്പും ഡിഫ്ലക്ഷനും മാക്സിമം സ്ലോപ്പും മാക്സിമം ഡിഫ്ലക്ഷനും നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. നോക്കാം എങ്ങനെയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് പഠിക്കാൻ നോക്കാമേ. ആദ്യമേ നമ്മൾ ഈ ഓർഡർ പഠിക്കണം, എങ്കിലേ നമുക്ക് ആ ഓർഡറിലാണ് നമ്മുടെ കോഡും കാര്യങ്ങളെല്ലാം പോകണം. അപ്പോൾ ഈ ഓർഡർ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ നാലെണ്ണം കാൻഡിലിവറാണ്. കാൻഡിലിവർ 4 ഫിക്സ്ഡ് ആണ് ലെഫ്റ്റ് സൈഡ്. പിന്നെ 2 സിംപ്ലി സപ്പോർട്ടഡുമാണ്. ഓക്കെ, അതിനകത്ത് ഒരെണ്ണം നടുക്ക് ഡബ്ല്യു ഉള്ള ഒരെണ്ണം ലോഡും ഒരു യു ഡി എല്ലുമാണ്. 5ഉം 6ഉം നടുക്കൊരു ലോഡും 6 ഒരു യു ഡി എല്ലുമാണ്. ഓക്കെ, ഇനി 1 2 3 4 എങ്ങനെ പഠിക്കും? 1ന് ആദ്യം വെറും ഒരു മൊമെന്റ്, 2ന് ഒരു ലോഡ്, 3ന് ഒരു യു ഡി എല്, 4ന് ഒരു ട്രയാങ്കിൾ. ഈ 4 കണ്ട ട്രയാങ്കിൾ പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ഒരെണ്ണം ഓർക്കാം. 3ഉം 2ഉം 1ഒക്കെ ഓർത്തേ പറ്റുള്ളൂ. 1ന് മൊമെന്റ് മാത്രമേ കാണുള്ളൂ, 2ന് ലോഡ് മാത്രമേ കാണുള്ളൂ, 3ന് യു ഡി എൽ ആണ്, സ്മോൾ ഡബ്ല്യു മാത്രമേ കാണുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് ട്രയാങ്കുലർ ലോഡ്, ലീനിയർ ലോഡാണ്. അത് കഴിഞ്ഞ് വരുന്ന 2 സിംപ്ലി സപ്പോർട്ടഡ് ആണ്. ഒരെണ്ണം നോർമൽ ഇങ്ങനത്തെ ഒരെണ്ണം, ഫൈനൽ ഒരെണ്ണം ഇങ്ങനത്തെ ഒരു സിംപ്ലി സപ്പോർട്ടിനകത്തുള്ള ഒരു സാധനം. ഈ ഓർഡർ നമ്മൾ തെറ്റാതെ ഫസ്റ്റ് മനസ്സിലാക്കണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. അപ്പം വെറും മൊമെന്റ് അല്ല, മാക്സിമം ബെൻഡിങ് മൊമെന്റ് എന്ത് വരും എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമ്മൾ സെക്ഷൻ എടുക്കേണ്ട കാര്യം പോലും ഇല്ല, നമുക്ക് അതിനേക്കാൾ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയാമോ? ഈ കേസിൽ എം തന്നെ ആയിരിക്കും എല്ലാ പോയിന്റും, സോ എം ആയിരിക്കും മാക്സിമം. ഇവിടെ ഡബ്ല്യു ഇൻറ്റു എൽ, അതായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ്, എം ഡബ്ല്യു എൽ.
ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ W ഇൻറ്റു എൽ ആണ് ഒരു പർട്ടിക്കുലർ ലോഡായിട്ട് നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യും. W ഇൻറ്റു എൽ എന്ന് പറയുന്ന ലോഡ് സെൻട്രലുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഓക്കെ, അതേ ഇൻറ്റു എൽ ബൈ ടു. അപ്പൊ എന്താ WL² ഡിവൈഡ് ബൈ ടു, WL² ഡിവൈഡ് ബൈ ടു. അതാണ് ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ്. ഇവിടുത്തെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാ? നമ്മൾ ഇതൊരു ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് L, ഓക്കെ, ഇത് W. അപ്പം എന്താ ഏരിയ വരുന്നത് എന്താ? ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു W ആണ്. ഇത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ഇവിടെ നിന്ന് L/3 മാറിയായിരിക്കും. ഇവിടെ നിന്ന് L/3 മാറിയായിരിക്കും. ഇവിടെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പം അവിടെ ഒരു പോയിന്റോടായിട്ട് നമുക്ക് ഈ ഹാഫ് LW വെക്കാൻ പറ്റും. അതേ ഇൻറ്റു L/3 ആയിരിക്കും അവിടുത്തെ മാക്സിമം മൊമെന്റ്. ഇതേ ഇൻറ്റു L/3. അപ്പോൾ L² W ഡിവൈഡ് ബൈ 6. അതാണ് WL² ഡിവൈഡ് ബൈ 6 വന്നത്. നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടെ ഞാൻ ഓർമ്മിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാം. അടുത്ത ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഇത് W ആണല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തായിരിക്കും വരുന്നത്? W ഡിവൈഡ് ബൈ 2 ആയിരിക്കും. അപ്പം ഒരു സെക്ഷൻ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സും W/2 ആയിരിക്കും. അതേ ഇൻറ്റു ഡിസ്റ്റൻസ്. അങ്ങനെ മാക്സിമം ഡിസ്റ്റൻസ് വരുന്ന നടുക്കായിരിക്കും. അപ്പോൾ W/2 ഇൻറ്റു L/2 എന്ന് പറയും. W/2 ഇൻറ്റു L/2 എന്ന് വരും. അതായത് WL/4 എന്ന് വരും. അങ്ങനെയാണ് ഇവിടുത്തെ കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം കൂടെ കാണാൻ പഠിച്ച് വെക്കരുത്. ഇതാകെ മനസ്സിലാക്കി വെക്കണം. എങ്ങനെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഇനി അടുത്ത ഫൈനൽ കേസിൽ, ഈ കേസിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സെക്ഷൻ കണ്ടുപിടിച്ചിട്ട് ഇത് W/2 ആയതുകൊണ്ട് W/2 ഇൻറ്റു L/2 WL/4 ആണ്. ഇതിന് ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു L/2 കൂടെ വെച്ച് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. WL² ഡിവൈഡ് ബൈ 8 ആണ്. WL/4 ഇൻറ്റു L/2. അതാണ് നമുക്ക് ഈ കേസിൽ കിട്ടുന്നത്. അത് നമ്മൾ വീണ്ടും നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുക. നമുക്ക് അത് വേണ്ട. ഇവിടെ നമ്മൾ കാണാൻ പഠിക്കാം. WL² ബൈ 8 നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റും. അതായത് WL/4 അതിൻ്റെ കൂടെ ഒരു L/2 ഹാഫ് ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. അത് നമ്മൾ കാണാൻ പഠിക്കണം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കേസിൽ M, സെക്കൻഡ് കേസിൽ WL, തേർഡ് കേസിൽ WL² ബൈ 2 ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 4 WL² ബൈ 6 ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് WL/4 കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ നമ്മൾ ഇൻറ്റു L/2 ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടും WL² ബൈ 8 കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ മൊമെന്റ് കണ്ടുപിടിച്ചു, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഓരോ കേസിലെയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് തീറ്റയും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കണം ഓരോ കേസിലും. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ജസ്റ്റ് ഒരു കോഡാണ്, വളരെ സിമ്പിൾ ആണ്. ML/EI. ഇവിടെ എല്ലായിടും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ML/EI, ML/EI, ML/EA, ML/EA, ML/EA എന്ന് എഴുതണം. ഇവിടെ നിന്ന് ഇവിടം വരെ ML/EA എഴുതണം. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ EI എന്ന് പറഞ്ഞാൽ 1EI ആണ്. അടുത്തത് 2 ആയിരിക്കും താഴെ, അടുത്ത 3 ആയിരിക്കും, അടുത്ത 4 ആയിരിക്കും. പിന്നെ ഇതൊരു വലിയ വരാണ്. 4 കഴിഞ്ഞാൽ നമ്മളിത് വലിയ വര ഇട്ടേക്കുന്നത് കാൻഡിലിവറിൽ നിന്ന് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു വലിയ വരയാണ്. അപ്പം ഇവിടെ 4 ആണെങ്കിൽ അടുത്ത വീണ്ടും 4, പിന്നെ 3. 1 2 3 4 4 3 അങ്ങനെയാണ് എടുക്കേണ്ടത്. ആ എമ്മിന് പകരം നമ്മൾ ഈ കിട്ടുന്ന മാക്സിമം ബെൻഡ് മൊമെന്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ WL ആയതുകൊണ്ട് നമ്മൾ എമ്മിന് പകരം W ഇട്ടുമ്പോഴേക്കും WL² ബൈ 2A കിട്ടും. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് തീറ്റ കിട്ടുന്നത്. സിമ്പിൾ ആണെന്നൂടെ പറയാം. മാക്സിമം ബെൻഡ് മൊമെന്റ് നമുക്കുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് താഴോട്ട് നമ്മൾ എഴുതുന്ന ഇങ്ങനെ എല്ലായിടത്തും ML/EI ഉണ്ടാവും. ആ ML/EIയുടെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ EIയുടെ കൂടെ 1 ആഡ് ചെയ്യും. അപ്പോൾ ML/EI തന്നെ, പിന്നെ ML/2EI, ML/3EI, പിന്നെ ML/4EI, അത് കഴിഞ്ഞ് പിന്നെ ML/4EI, കാരണം ഇവിടെ ഒരു വലിയ വരയാണ്, കട്ടിയുള്ള വരയാണ്, കണ്ട ശ്രദ്ധിച്ചെങ്കിൽ. പിന്നെ ML/3EI. എന്നിട്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ എമ്മിന് പകരം നമ്മൾ ഈ കണ്ടുപിടിച്ച ബെൻഡിങ് മൊമെന്റ് മാക്സിമത്തിന് വാല്യൂ കൊടുത്താൽ തീറ്റ കിട്ടും. ഫസ്റ്റ് നമുക്ക് തീറ്റ കിട്ടി. ഓക്കെ ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കണ്ടുപിടിച്ച തീറ്റ ഉണ്ടല്ലോ, ആ തീറ്റ അങ്ങോട്ട് എഴുതണം ഫസ്റ്റ് കേസിൽ. എന്നിട്ട് നമ്മൾ L വെച്ച് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യണം. എല്ലിന്റെ കൂടെ ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ. എന്താ നമുക്ക് നോക്കാം. ഒന്ന് ഇതാ 1/2, 2/3, 3/4, 4/5. അതാണ് ആദ്യത്തെ 4എണ്ണം. 1/2 ഹാഫിൽ തുടങ്ങും. 1/2, 2/3, 3/4, 4/5. ഓക്കെ, അടുത്ത് കഴിഞ്ഞ രണ്ടെണ്ണം വേരിയേഷൻ ഉണ്ട്. ഒരെണ്ണം L/3 ആണ്. ഓക്കെ, അടുത്തത് L/3 എന്ന് പറഞ്ഞാൽ എന്താ? 5L/15 തന്നെയാണല്ലോ. 5L/15 തന്നെയാണല്ലോ. അതിന്റെ അടുത്തൊരു വാല്യൂ ആണ് 5L/16. ഒരു ചെറിയ ഒരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം 1/2, 2/3, 3/4, 4/5 ആദ്യം എഴുതണം. അത് കഴിഞ്ഞ് പിന്നെ L/3 എഴുതണം. പിന്നെ L/3 അടുത്ത് നിൽക്കുന്ന ഒരു വാല്യൂ എങ്ങനെയാണ്? 5L/15 അല്ല, അത് L/3 തന്നെ ആവും. 5L/16. അങ്ങനെയാണ് നമുക്ക് ഇത്രയും സാധനങ്ങളുടെ സ്ലോപ്പും ഡിഫ്ലക്ഷനും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും.
സോ ഡയറക്റ്റ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ഡബ്ല്യുവിനും എല്ലിനൊക്കെ മാറ്റി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഇത് കാണാൻ പഠിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കോഡ് ഉപയോഗിച്ച് നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഓഫ് കോഴ്സ് കുറച്ച് സമയം എടുക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. നമുക്ക് ആ ഉത്തരം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഹോംവർക്കായിട്ട് ഈ ഈ കേസ് ഉണ്ടല്ലോ, ഈ കേസിന് സ്വന്തമായിട്ട് സ്ലോപ്പും ഡിഫ്ലക്ഷനും കണ്ടുപിടിക്കാൻ ശ്രമിച്ചു നോക്കുക. ഇത് നോക്കാതെ കണ്ടുപിടിക്കണം. തെറ്റുണ്ടെങ്കിൽ എങ്ങനെ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതൊരു ഹോംവർക്കായിട്ട് തരുവാണ്. അതോടുകൂടി നമ്മുടെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് അഥവാ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് സംഭവം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്ത ഒരു സെഷനായിട്ട് കാണാം. സോ ടേക്ക് കെയർ.